الحمد لله الحمد لله الذي نزل الفرقان على عبده ليكون للعالمين نذيرا وأشهد أن لا إله إلا الله وحده لا شريك له شهادة نعدها للقائه ذخرا وأشهد أن سيدنا ومولانا محمدا عبده ورسوله المبعوث بالإنذار والبشرى اللهم يا واجب الوجود ويا واهب الخير والجود ويا غاية كل مقصود أفض علينا أنوار رحمتك ويسر لنا الوصول إلى كمال معرفتك وأفوض أمري إلى الله إن الله بصير بالعباد وأن مردنا إلى الله وأن المسرفين هم أصحاب النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والشمس وضحاها والقمر إذا تلاها والنهار إذا جلاها والليل إذا يغشاها والسماء وما بناها والأرض وما طحاها ونفس وما سواها فألهمها فجورها وتقواها صدق الله مولانا العلي العظيم وقال نبينا وحبيبنا ورسولنا وقائدنا وأسوتنا محمد صلى الله عليه وسلم إن الشمس والقمر آيتان من آيات الله سبحانه وتعالى صدق رسوله النبي المصطفى الأمين عليه وعلى آله وأهل بيته أفضل الصلوات وأزكى التسليم مضى الدهر والأيام والقلب غافل وجاء رسول الموت والذنب حاصل فنعيمك في الدنيا غرور وحسرة وعيشك في الدنيا مجال وباطل സമാദരണീയരായ ബഹുമാന്യരായ ഈ നിർമ്മാണ കമ്മിറ്റിയുടെ ഭാരവാഹികൾ, ഈ പുണ്യമായ സദസ്സിൽ ഉപവിഷ്ടരായ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇതര സഹോദര സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും ഈ ശബ്ദം ശ്രവിക്കുന്നുവെങ്കിൽ അവർക്ക് എന്റെ ഇസ്ലാമിക തത്വാധിഷ്ഠിത അഭിവാദനങ്ങൾ. പരമകാരുണികനും പരമദയാലുവും പരമാധിപതിയും പരമാധികാരിയുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പുണ്യമായ സദസ്സിൽ ഒരുമിച്ചു കൂടിയതുപോലെ
അവന്റെ സ്വർഗത്തിലും ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദ്യമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സാധാരണ നമ്മളൊക്കെ പരിചയിച്ചു വന്ന ഒരു ശീലമാണ്, ആര് വഅ്ള് പറഞ്ഞാലും വെള്ളിയാഴ്ച ഖത്തീബ് പ്രസംഗിക്കാൻ തുടങ്ങിയാലും ഏതൊരാളുടെ വഅ്ള് തുടങ്ങിയാലും ആദ്യത്തെ ദുആ ഇതാണ്. ഈ പുണ്യമായ സദസ്സിൽ അല്ലെങ്കിൽ ഈ പുണ്യമായ പള്ളിയിൽ ഈ വെള്ളിയാഴ്ച രാവിലെ അള്ളാഹു നമ്മളെ ഒരുമിച്ച് കൂട്ടിയതുപോലെ അള്ളാഹുവിന്റെ സ്വർഗത്തിലും അള്ളാഹു ഇതേപോലെ ഒരുമിച്ച് കൂടാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ദുആ പറയാതെ ഒരാളും വഅ്ള് തുടങ്ങാറില്ല. പണ്ട് മുതലേ നമ്മൾ കേട്ട് പരിചയിച്ച ദുആയാണ്. അത് കേട്ടാലുടനെ നമ്മളെല്ലാവരും വലിയ ശബ്ദത്തിൽ ആമീൻ പറയുകയും ചെയ്യും. പക്ഷെ ഈ ഭൂമിയിൽ ഒരുമിച്ച് കൂടിയതുപോലെ സ്വർഗത്തിലും ഒരുമിച്ച് കൂടണമെന്ന ആഗ്രഹം ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടെങ്കിൽ ആമീൻ പറഞ്ഞതുകൊണ്ട് മാത്രം അത് സാധ്യമാവുകയില്ല. അള്ളാഹുവിന്റെ ഖുർആൻ അതിനൊരു നിബന്ധന പറയുന്നുണ്ട്. വനസഇനാ മാ ഫീ സുദൂരിഹിം മിൻ ഗില്ലിൻ ഇഖ്വാന അലാ സൂറൽ മുത്തഖാബിലീൻ. ഈ ഭൂമിയിൽ ജീവിച്ചതുപോലെ നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ കഴിയണമെങ്കിൽ എല്ലാവരുടെയും മനസ്സിലുള്ള വൈരാഗ്യവും വാശിയും വെറുപ്പും വിദ്വേഷവും ഒഴിവായി അവർ പരസ്പരം സഹോദരങ്ങളാവാതെ സ്വർഗത്തിൽ അവർ ഒരുമിച്ച് കൂടുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ. ഇവിടെ ഒരുമിച്ച് കൂടുപോലെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് പറയുമ്പോൾ ആഞ്ഞു പിടിച്ചിട്ട് ആമീൻ പറഞ്ഞാൽ മാത്രം പോരാ. ആദ്യം നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ പരസ്പരം ഗില്ല് എന്ന് പറഞ്ഞാൽ മലയാള ഭാഷയിൽ അതിന് വർത്തമാനം പറഞ്ഞാൽ ഒരു തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും അത് നമ്മുടെ മനസ്സിൽ നന്നായിട്ടുണ്ട്. അത് മനസ്സിൽ നിന്ന് മാറാത്തടത്തോളം കാലം ഒരാളും അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഇതേപോലെ ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കപ്പെടുകയില്ല. അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ നിന്ന് ആ അസ്പൃഷ്ടത അള്ളാഹു മാറ്റിത്തരുമാറാകട്ടെ. ഇനി ആമീൻ പറയും. നമ്മുടെ ലോകത്തിൽ നിന്ന് സംഭവിച്ച ഏറ്റവും വലിയ ദുരന്തം ഈ മനസ്സിലുള്ള ഈ വാശിയും ഈ വൈരാഗ്യവും ഈ വിദ്വേഷവും ഈ അയിത്തവും ഈ തൊട്ടുകൂടായ്മയും ഇതൊക്കെ തന്നെയാണ്. അത് മനസ്സിൽ നിന്ന് മാറാതെ എത്ര വലിയ നിസ്കാരത്തടമ്പ് നെറ്റിയിൽ വന്നാലും നിസ്കാരത്തടമ്പ് നെറ്റിയിൽ വരാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പൊ ബാംഗ്ലൂരിൽ നിന്ന് കുറച്ച് പള്ളിയിൽ ഇറക്കിയിട്ടുണ്ട്. അതിനകത്തൊരു 2 സുജൂദ് ചെയ്താൽ തഴമ്പ് ഉറപ്പാ. തഴമ്പിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഇക്കാലഘട്ടത്തിലില്ല. അപ്പൊ അതുകൊണ്ട് മാത്രം സ്വർഗത്തിലെത്തുകയില്ല. ആദ്യം നമ്മുടെ ഹൃദയം നന്നാവണം. അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഹൃദയം വളരെ പ്രധാനപ്പെട്ട മനുഷ്യ ജീവിതത്തിലെ ഒരു അവയവമാണ്. അതുമായി ബന്ധപ്പെട്ട് വിശുദ്ധമായ ഖുർആനിലെ ഞാൻ ഓതിയ ഒരു ചെറിയ സൂറത്ത് നമുക്കെല്ലാവർക്കും അറിയാം. ആ സൂറത്തിന്റെ അർത്ഥവും അതിന്റെ ആശയവും മാത്രം പറഞ്ഞ് പെട്ടെന്ന് ഇൻഷാ അല്ലാഹ് വിഷയം അവസാനിക്കും. മഴ ഏത് സമയത്തും വരാം. പിന്നെ പ്രഭാഷകൻ പറഞ്ഞതുപോലെ, എനിക്ക് പേരറിയില്ല, ബഷീർ PM ബഷീർ അല്ലേ, ഞാൻ ഈ പരിപാടിക്ക് ഇതിന്റെ സംഘാടകർ എന്നെ ആദ്യമായിട്ട് വിളിക്കുന്നത് ഇന്ന് 3 മണിക്കാണ്. ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇങ്ങനെ ഒരു പരിപാടിക്ക് ഞാൻ ഡേറ്റ് കൊടുത്തിട്ടില്ല. അത് അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ വർക്കല കഹാർ സാഹിബിന്റെ സഹോദരി ഭർത്താവ്, ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ ജമാഅത്ത് ഫെഡറേഷന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, ഞാൻ ജോലി ചെയ്യുന്ന സെൻട്രൽ ജുമാ മസ്ജിദിന്റെ പ്രസിഡന്റുമായ ഞാൻ വളരെയേറെ സ്നേഹിക്കുന്ന ബഹുമാനനായ ജനാബ് അൽഫ അബ്ദുൽ ഖാദർ ഹാജി, ഞാൻ ഈജിപ്തിൽ 6-ാം തീയതി പോകുന്നതിന്റെ തലേ ദിവസം എന്നോട് നടയറയിൽ ഒരു മദ്രസയുടെ ഉദ്ഘാടനമുണ്ട്, ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്ന നാടാണ്, അവരെന്നെ വല്ലാതെ ശല്യപ്പെടുത്തുന്നു, എന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്, ഉസ്താദ് അതിൽ പങ്കെടുക്കണം. ഞാൻ പറഞ്ഞു എന്നാ ഡേറ്റ് ഏതാ? അപ്പൊ ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു, ഉസ്താദ് എത്ര തീയതി? 24-ാം തീയതിയാണ്, വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞിട്ട് ഒരു പ്രഭാഷണം വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞു ആചാര്യ ധൈര്യമായിട്ട് വാക്ക് കൊടുത്തു, ഇൻഷാ അല്ലാഹ് 24-ാം തീയതി ആയുസ് ഉണ്ടെങ്കിൽ ഞാൻ നടയിറയിൽ എത്തിക്കും. ആ മനുഷ്യനോടുള്ള എന്റെ തീർത്താൽ തീരാത്ത ഒരു കടപ്പാടിന്റെ നന്ദി പ്രകാശനം. അഹമ്മദ് കബീർ വാക്കവിയെ താങ്ങിയെടുക്കാനും 10,000 കൂടാനും ഒക്കെ ബഷീർ, എന്റെ അവകാശവാദമല്ല, ബഷീർ സാഹിബ് പറഞ്ഞതുപോലെ ആളുണ്ടായത് ഇപ്പോഴാണ്. ആരുമില്ലാതിരുന്ന ഒരു കാലഘട്ടങ്ങളിൽ നന്നായി എന്നെ സഹായിക്കുകയും എന്നെ പിന്താങ്ങുകയും ചെയ്ത ഒരു മഹത് വ്യക്തിത്വമാണ് ബഹുമാനനായ ഞാൻ ജോലി ചെയ്യുന്ന സെൻട്രൽ ജുമാ മസ്ജിദിന്റെ പ്രസിഡന്റ് കൂടിയായ, അവിടെ നടക്കുന്ന അൽ ഫുർഖാൻ ഹിഫ്ളുൽ ഖുർആൻ അക്കാദമിയുടെ ചെയർമാനും ആ പള്ളിക്ക് വേണ്ടി തന്റെ സമ്പത്ത് വാരിക്കോരി ചെലവഴിച്ച മഹാനായ അൽഫ അബ്ദുൽ ഖാദർ ഹാജി.
അള്ളാഹു ആരോഗ്യത്തോടെ ദീർഘായുസ്സ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ കുടുംബത്തിലും ഭാര്യയിലും സന്താനങ്ങളും അള്ളാഹു ബറക്കത്ത് നൽകുമാറാകട്ടെ. ആ മനുഷ്യനോടുള്ള തീർത്താൽ തീരാത്ത ഒരു കടപ്പാട് മാത്രമാണ് ഞാൻ ഇവിടെ എത്തിയത്. സദസ്സ് ചെറുതായതുകൊണ്ട് എനിക്ക് യാതൊരുവിധ വിഷമവുമില്ല. കുറെ നാളുകൊണ്ട് എന്റെ ഒരു ആഗ്രഹമാണ് ഒരു ചെറിയ സദസ്സിൽ സംസാരിക്കണോ. അത് സാധിച്ചത് ഇപ്പോഴാണ്. ഒരു പ്രഭാഷകനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. മദ്രസ കമ്മിറ്റി എന്നോട് മാപ്പ് പറയേണ്ട കാര്യവുമില്ല. 10,000 പേര് കൂടിയിട്ട് ഒരാൾ പോലും നന്നാവാത്തതിന് നല്ലത് 10 പേര് കൂടിയിട്ട് ആ 10 പേരിൽ 9 പേര് നന്നാവുന്നതാണ്. അതുകൊണ്ടൊരു പ്രഭാഷകനെ ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ സദസ്സും വലിയ സദസ്സും ഒരേപോലെ പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് മദ്രസ കമ്മിറ്റി അക്കാര്യത്തിൽ എന്നോട് മാപ്പ് പറയേണ്ടതില്ല. അത് തിരിച്ചെടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഈ ഒരുമിച്ച് കൂടിയവരെ അള്ളാഹു നല്ലവരാക്കി തീർക്കുമാറാകട്ടെ. ഈ കേൾക്കുന്ന പ്രഭാഷണത്തിൽ നിന്ന് ഒരൽപ്പം നമ്മുടെ ജീവിതത്തിൽ പകർത്തി നാളെ നന്മയുടെ വക്താക്കളായി അള്ളാഹുവിന്റെ സ്വർഗത്തിൽ എത്തിച്ചേരാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടെ കൂടുതൽ ആമുഖങ്ങൾ ഒന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു കടപ്പാടിന്റെ പേരിൽ പങ്കെടുത്തതാണ്. ഏറെ വലിയൊരു വാള് പറയാനുള്ള സാഹചര്യമില്ല. നാളെ രാവിലെ 4 മണിക്ക് എന്റെ വീട്ടിൽ നിന്ന് എനിക്ക് യാത്ര ചെയ്ത് നാളെ വടകരയിൽ പ്രഭാഷണത്തിന് എത്തേണ്ടതാണ്. വീട്ടിലോട്ട് പോകുന്ന വഴി ഇവിടെ വന്നൊന്ന് പങ്കെടുത്തിട്ട് പോയതുമാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതോടൊപ്പം തന്നെ ഈ നാടിനോട് എനിക്കൊരു ബന്ധമുണ്ട്. ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്ന ഇവിടെ അടുത്തുനിന്നാണ്. ചാവറകോട് നിന്നാണ് ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നത്. അങ്ങനെ ഈ നാടുമായിട്ടൊരു വലിയ ബന്ധമൊക്കെ ഉണ്ട്. അള്ളാഹു അതൊക്കെ നിലനിർത്തി തരുമാറാകട്ടെ. ഒരു ചെറിയ സൂറത്ത്, ആമുഖമൊന്നുമില്ല, ഒരു ചെറിയ സൂറത്ത് നമ്മളെല്ലാവരും ഓതുന്ന, നമ്മുടെ ജീവിതത്തിൽ വളരെ നമ്മൾ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പ്രക്രിയയാണ് സത്യം ചെയ്തു പറയുക. ഒരാളോട് അവിശ്വസനീയമായ ഒരു കാര്യം പറയുന്ന ആളുടെ മനസ്സിൽ പ്രതിഫലിപ്പിക്കാനാണ് സാധാരണ സത്യം ചെയ്യുക. ഒരാൾ സത്യം ചെയ്തു പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ പറയാൻ പോകുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. കേൾക്കുന്ന ഒരാളുടെ മനസ്സിൽ അത് നന്നായി പ്രതിഫലിപ്പിക്കപ്പെടാൻ വേണ്ടിയാണ് ഒരാൾ സത്യം ചെയ്തു പറയുന്നതെങ്കിൽ അമ്മയെ തന്നെയാണ് സത്യം, അച്ഛനെ തന്നെയാണ് സത്യം. നമ്മളൊക്കെ ധാരാളം സത്യങ്ങൾ ജാതി വർണ്ണ വ്യത്യാസമില്ലാതെ പലരും ഉപയോഗിക്കാറുണ്ട്. നമ്മൾ പറയാറുണ്ട് അള്ളാഹ് സത്യം, 30 മുസാബാണ് സത്യം, ആകെ ഒരു മുസാബേ ഉള്ളത് വേറെ കാര്യം. ഇങ്ങനെയൊക്കെ ധാരാളം സത്യങ്ങൾ നമ്മൾ പറയാറുണ്ട്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന് മഴ പെയ്ത ഒരു സദസ്സാണിത്. ഞാൻ ഇന്നലെ ഈ സമയത്ത് തൃശ്ശൂർ പ്രസംഗിക്കുകയാണ്. അവിടെ എല്ലാവരും എന്നോട് പറഞ്ഞു, ഉസ്താദേ മഴ പെയ്യാൻ വേണ്ടി ഒന്ന് ദുആ ചെയ്യണമെന്നാണ്. 40 വർഷത്തിന്റെ ഇടയിൽ കേരളം കണ്ട ഏറ്റവും വലിയ വരൾച്ചയുടെ ഇടയിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുക. ഇതൊക്കെ സൂചിപ്പിച്ചിട്ടാണ് ഞാൻ എന്റെ പ്രഭാഷണ വിഷയത്തിലേക്ക് കടക്കുകയും ചെയ്യുക. ഇവിടെ വെള്ളത്തിന് ക്ഷാമമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടോ? ഉണ്ടായിരുന്നു. ഇപ്പൊ എന്റെ നാട്ടിലേക്ക് വെള്ളം കൊണ്ടുവന്നിരുന്നത് ഈ ഭാഗത്തേതൊരു കിണറ്റിൽ നിന്നാണ്. 1000 ലിറ്റർ വെള്ളം 1000 രൂപ കൊടുത്ത് എന്റെ വീട്ടിൽ വാങ്ങി ഉപയോഗിച്ച ഒരാളാണ് ഞാൻ. കുടിവെള്ളത്തിന് ഒരു കുപ്പി പാലിനേക്കാൾ വില കൊടുക്കേണ്ടി വന്ന ഒരു കാലഘട്ടത്തിൽ കേരളം കണ്ട 40 വർഷത്തിന്റെ ഇടയിൽ ഏറ്റവും വലിയ വരൾച്ചയുണ്ടാകുമ്പോ മഴയ്ക്ക് വേണ്ടി ഒരു വേഴാമ്പലിനെ പോലെ ജനത മുഴുവനും പടച്ചറപ്പിന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുമ്പോ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ മാനവന്റെ മനസ്സിൽ ഒരു മഹോന്നതമായ ചിന്തയായി അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിൽ ഈ പ്രപഞ്ചത്തിലെ 6 അത്ഭുതങ്ങളെ സത്യം ചെയ്ത് 7ാമതൊരു കാര്യത്തെ സത്യം പിടിച്ച് അല്ലാഹു ലോകത്തോട് പറയുന്ന ഒരു വലിയ ആശയമുണ്ട്. വളരെ ശ്രദ്ധയോടെ ആദ്യം മുതൽ കേൾക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രപഞ്ചത്തിലെ 6 നിത്യവിസ്മയങ്ങൾ, അതിനുശേഷം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ ഒരു അവയവം സത്യം ചെയ്യുകയാണ് അല്ലാഹു. അല്ലാഹു പറയുകയാണ് വശംസു വളുഹാഹാ വൽഖമരി ഇദാ തലാഹാ വന്നഹാരി ഇദാ ജല്ലാഹാ. അല്ലാഹുവിന്റെ ഖുർആനിൽ നിത്യമായി നമ്മൾ പാരായണം ചെയ്യുന്ന വളരെ ചെറിയൊരു സൂറത്താണ്, ഒരു അധ്യായമാ. അല്ലാഹു പറയുകയാണ് വശംസു വളുഹാഹാ
കത്തിച്ചൊലിക്കുന്ന സൂര്യനെ തന്നെയാണ് സത്യം. വൽക്കമരീതാതരാ, വെളിച്ചം പ്രദാനം ചെയ്യുന്ന ഈ ചന്ദ്രഗോളത്തെ തന്നെയാണ് സത്യം. വന്നഹാരിതാ ജല്ലാ, ഈ തെളിഞ്ഞ പ്രഭാതത്തെ തന്നെയാണ് സത്യം, പകലിനെ തന്നെയാണ് സത്യം. വല്ലൈലീതായ വിസാ, ഇത് മുറ്റുനിൽക്കുന്ന രാത്രിയെ തന്നെയാണ് സത്യം. അഞ്ചാമതായിട്ട് അല്ലാഹു പറയുന്നതെന്താ? വസ്സമാഇ വമാ ബനാഹാ, ഈ പ്രപഞ്ചത്തിന്റെ മേൽക്കൂര പോലെ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഈ ആകാശത്തെ തന്നെയാണ് സത്യം. വല്ലർളി വമാ തഹാ, ഈ പ്രതിശാലമായ ഭൂമിയെ തന്നെയാണ് സത്യം. അല്ലാഹു ഈ പ്രപഞ്ചത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 6 പ്രാപഞ്ചിക പ്രതിഭാസങ്ങളാ. സൂര്യനെ തന്നെയാണ് സത്യം, ചന്ദ്രനെ തന്നെയാണ് സത്യം, പകലിനെ തന്നെയാണ് സത്യം, രാത്രിയെ തന്നെയാണ് സത്യം, ആകാശം തന്നെയാണ് സത്യം, ഈ ഭൂമിയെ തന്നെയാണ് സത്യം. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഭൂമിയേക്കാൾ 30,000 ഇരട്ടി പിണ്ടവലിപ്പമുള്ള സൂര്യഗോളത്തെ സത്യം പറഞ്ഞിട്ട് ആ സൂര്യന്റെ അത്രയും തന്നെ വരുന്ന ചന്ദ്രഗോളത്തെ അഖില ലോക ബ്രഹ്മാണ്ഡ ഘടാകത്തിന് കുളിർനിലാവ് പറഞ്ഞു കൊടുക്കുന്ന ഈ പ്രതിശാലമായ ചന്ദ്രഗോളത്തെ പറഞ്ഞു ഈ 66,80,00,000 ചതുരശ്ര കിലോമീറ്റർ വിശാല വിസ്തൃതമായ ഈ ഭൂമിയുടെ മേൽക്കൂരയായ പ്രതിശാലമായ ആകാശത്തെ പറഞ്ഞ് 6 വിസ്മയങ്ങളെ പറഞ്ഞതിന് ശേഷം 7ാമതായിട്ട് അല്ലാഹു പറയുന്നത് ഏതെന്നറിയുമോ? വനഫ്സിൻ വമാ സവ്വാഹാ, വനഫ്സിൻ വമാ സവ്വാഹാ. മനുഷ്യ, നിന്റെ ഹൃദയത്തെ തന്നെയാണ് സത്യം, ആത്മാവിനെ തന്നെയാണ് സത്യം. 6 അഖില ലോക ബ്രഹ്മാണ്ഡ ഘടാകത്തിൽ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത പ്രാപഞ്ചിക പ്രതിഭാസത്തെ പറഞ്ഞിട്ട് 7ാമത് അല്ലാഹു പറയുന്നത് ആ പ്രപഞ്ചത്തിന്റെ ഏതോ ഒരു കോണിൽ 6 അടി പോലുമില്ലാത്ത മനുഷ്യന്റെ ശരീരത്തിന്റെ മധ്യഭാഗത്തായി വലതുഭാഗത്തായി ഇടതുഭാഗത്തോട്ട് ചെരിഞ്ഞിരിക്കുന്ന 350 ഗ്രാം തൂക്കമുള്ള ഒരു മുട്ടിയുടെ മാത്രം വലിപ്പമുള്ള ഈ മുട്ടിയുടെ വലിപ്പമുള്ള മനുഷ്യ ശരീരത്തിലെ ഒരു പ്രധാനപ്പെട്ട അവയവം നിന്റെ ഹൃദയം. 350 ഗ്രാം പോലെ തൂക്കമില്ലാത്ത മനുഷ്യ മനുഷ്യ മനുഷ്യ, നിന്റെ ഹൃദയത്തെ തന്നെയാണ് സത്യം. എന്തിനാണ് സഹോദരങ്ങളെ അല്ലാഹു ഇങ്ങനെ പറയാനുള്ള കാരണം എന്താ? സൂര്യനെ പറഞ്ഞിട്ട്, ചന്ദ്രനെ പറഞ്ഞിട്ട്, ആകാശത്തെ പറഞ്ഞിട്ട്, ഭൂമിയെ പറഞ്ഞിട്ട്, രാവിനെ പറഞ്ഞിട്ട്, പകലിനെ പറഞ്ഞിട്ട് 7ാമതായിട്ട് അല്ലാഹു മനുഷ്യന്റെ അവയവമായ ഹൃദയത്തെ പറയാനുള്ള കാരണം എന്താ? എപ്പോഴും പാരായണം ചെയ്യാൻ മാത്രമല്ല, അത് ഹൃദയത്തിന്റെ ആശയാവിഷ്കാരം പഠിക്കാനാണ് അല്ലാഹു ഖുർആൻ അവതരിപ്പിച്ചു തന്നത്. അല്ലാഹു ആദ്യം പറയുന്നത് സൂര്യനെയാ. സൂര്യന്റെ പ്രത്യേകത എന്താ? അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട സൃഷ്ടിയല്ലേ സൂര്യൻ. അല്ലാഹു പറയുകയാണ് സൂര്യന്റെ പ്രത്യേകത എന്താ? അല്ലാഹു സഞ്ചരിക്കാൻ പറഞ്ഞെടുത്തൂടെ സൂര്യൻ സഞ്ചരിക്കൂ. അല്ലാഹു എന്നാണോ പറയുക അംഗീകരിക്കലാ സൂര്യന്റെ ജോലി. കിഴക്ക് നിന്നുദിക്കണേ സൂര്യ, പടിഞ്ഞാറ് പോയി അസ്തമിക്കണേ സൂര്യ. ഇതേവരെ തന്നെ സൃഷ്ടിച്ച സിട്ടാവായ അള്ള പറഞ്ഞതിൽ നിന്ന് സൂര്യൻ ഇതേവരെ വ്യതിചലിച്ചിട്ടില്ല. വശംസു തജ്രീ മുസ്തഖറില്ല, ذلك تقدير عزيز العليم. ആ സൂര്യന് ഞാൻ ഒരൊറ്റ പാത തെളിച്ചു കൊടുത്തിട്ടുണ്ട്. സൂര്യൻ ഒരൊറ്റ ഭ്രമണപഥമേയുള്ളൂ. സൂര്യന് സഞ്ചരിക്കാൻ സൂര്യന്റെ മുമ്പിൽ ഒരൊറ്റ വരിയേയുള്ളൂ. അതിൽ നിന്ന് ഇടത്തോട്ട് ചെരിയാറ് വലത്തോട്ട് ചെരിയാറ് സൂര്യൻ സഞ്ചരിക്കും. നാളെ ഒരു സമയമെത്തും അള്ള പറയും കിഴക്ക് നിന്നുദിച്ച സൂര്യ നിർത്തുക, പടിഞ്ഞാറ് നിന്നുദിക്കണേ, ഇനി കിഴക്ക് പോയി അസ്തമിക്കണേ. ആ സൂര്യനെ സൃഷ്ടിച്ച അള്ളാഹുവിന്റെ കൽപ്പനയേടാണോ? ആ കൽപ്പന അനുസരിക്കും സൂര്യനെന്ന് ഈ പ്രപഞ്ചത്തിന്റെ തുടക്കത്തെ കുറിച്ച് പറയുമ്പോ അള്ളാഹു തന്നെ പറഞ്ഞിരുന്നെന്നറിയുമോ? ഈ പ്രപഞ്ചത്തിന് സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുമ്പോ സൂര്യനോടും ഭൂമിയോടും അള്ളാഹു പറഞ്ഞു വിട്ടേ
മനുഷ്യ നിന്നോട് മാത്രമല്ല സൂര്യനോടും ഭൂമിയോടും അല്ലാഹു പറഞ്ഞു ഒന്നുകിൽ നിങ്ങൾ സ്വയം മനസ്സോടെ എന്ന മുമ്പിൽ വരിക, അതല്ലെങ്കിൽ ബലപ്രയോഗത്തോടെ വരിക. ആ സമയത്ത് സൂര്യനും ഭൂമിയും അല്ലാഹുവോട് പറഞ്ഞത് അല്ലാഹുവേ ബലം പ്രയോഗിക്കണ്ട, ഞങ്ങളെ നീ ശിക്ഷിക്കണ്ട. അത്തൈനാത്തായി അനുസരണയോടെ ഞങ്ങളിതാ വന്നു അല്ലാഹുവേ. തന്നെ സൃഷ്ടിച്ച തമ്പുരാൻ വരാൻ പറഞ്ഞാൽ വരുന്ന, ഉദിക്കാൻ പറഞ്ഞാൽ ഉദിക്കുന്ന, ഇതേവരെ ഭ്രമണപഥത്തിൽ നിന്ന് സൂര്യൻ മാറി സഞ്ചരിച്ചിട്ടില്ല. ഒരൊറ്റ ചരിത്രത്തിൽ ഒരൊറ്റ പ്രാവശ്യമേ മാറി സഞ്ചരിച്ചിട്ടുള്ളൂ. ചില സമയത്ത് അല്ലാഹു സൂര്യനോട് പറയും ഏഴ് യുവാക്കൾ പോയി അല്ലാഹുവിന്റെ മാർഗത്തിൽ ഗുഹയിൽ കിടന്നുറങ്ങിയപ്പോ അവരുടെ സംരക്ഷണത്തിന് വേണ്ടി പടച്ചറപ്പ് പറഞ്ഞില്ല, സൂര്യ ഇന്നുദിക്കുമ്പോൾ വലത്തോട്ട് മാറണേ, അസ്തമിക്കുമ്പോൾ ഇടത്തോട്ട് മാറണേ. സഹോദരങ്ങളെ, പടച്ചറപ്പ് പറഞ്ഞ കൽപ്പന അനുസരിച്ച് സൂര്യന്റെ പ്രതീകമായി ജോർദാനിലെ മസ്ജിദ് അസ്ഹാബുൽ കഹ്ഫിന്റെ വലതുഭാഗത്ത് ഇപ്പോഴും ആ സൂര്യപ്രകാശം വന്ന സുഷിരം അങ്ങനെ തന്നെയുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ സമയത്ത് ഞാൻ ജോർദാനിലാണ്, അസ്ഹാബുൽ കഹ്ഫിന്റെ ഗുഹാമുഖത്താ. ഇപ്പോഴും ഈ ഖുർആന്റെ ആയത്തിന്റെ സാക്ഷാത്കാരം പോലെ അള്ള പറഞ്ഞപ്പോ 7 യുവാക്കൾക്ക് വേണ്ടി സൂര്യൻ മാറി ഉദിച്ചുവത്രേ. ഞാൻ പറഞ്ഞതെന്തെന്നറിയോ? അള്ളാഹുവിന്റെ സിദ്ധിയായ സൂര്യനൊറ്റ വഴിയേ അള്ളാഹു പറയുകയാണ്, വൽഖമരി ഇദാ തലാഹാ, ചന്ദ്രനെ തന്നെയാണ് സത്യം. ചന്ദ്രനോട് അള്ള സഞ്ചരിക്കാൻ പറഞ്ഞ വഴിയിലൂടെ ചന്ദ്രഗോളം സഞ്ചരിക്കുകയുള്ളൂ. വൽഖമറ ഖദ്ദർനാഹു മനാസില ഹത്താ ദഖൽ ഉർജൂനിൽ ഖദീർ. ചന്ദ്രന് ഞാനൊരു ഭ്രമണപഥം നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതേവരെ ചന്ദ്രഗോളം ആ ഭ്രമണപഥം വിട്ടിട്ട് ഒരു ഇഞ്ച് പോലും മാറി സഞ്ചരിച്ചിട്ടില്ല. എന്റെ റബ്ബനോട് പറഞ്ഞത് ഇതിലെ സഞ്ചരിക്കാനാണ്. ഇന്നേവരെ നാസയ്ക്ക് വേണ്ടി മാറിയിട്ടില്ല, ശ്രീഹരിക്കോട്ടയിലേക്ക് മാറിയിട്ടില്ല. പടച്ചറബ് എവിടെ സഞ്ചരിക്കാൻ പറഞ്ഞു അതേ സ്ഥലത്തെ ചന്ദ്രൻ സഞ്ചരിച്ചിട്ടുള്ളൂ. അല്ലാഹു പറയുകയാണ്, വന്നഹാരി ഇദാ ജല്ലാഹാ, പകലിനെ തന്നെയാണ് സത്യം, രാത്രിയെ തന്നെയാണ് സത്യം. എന്തേ മനുഷ്യരെ ചിന്തിക്കുന്നില്ല? അള്ള വരാൻ പറഞ്ഞ സമയത്തെ രാത്രി വന്നിട്ടുള്ളൂ. ഇതേവരെ പടച്ചറബ് നിശ്ചയിച്ച സമയത്തെ പകല് വന്നിട്ടുള്ളൂ. വൽക്കൗലക്ഷം സ്വയം ബഗീലഹ അന്തുതിരിക്കൽ കമറവലല്ലേനു സാബിക്കുന്നഹാർ. ഇതേവരെ സമയം തെറ്റി രാത്രി വന്നിട്ടില്ല, ഇതേവരെ സമയം തെറ്റി പകല് വന്നിട്ടില്ല. സൃഷ്ടിച്ച റബ്ബ് ഏത് സമയത്ത് വരാൻ പറഞ്ഞു ആ സമയത്തെ രാത്രിയും പകലും വന്നിട്ടുള്ളൂ. ഈ ആകാശത്തെ തന്നെയാണ് സത്യം, ഈ ഭൂമിയെ തന്നെയാണ് സത്യം. ഈ ആകാശത്തെ പടച്ചത് ഞാനാണ്. ഏത് സമയത്ത് ആകാശത്തോടും ഞാൻ പറയുമോ ഇതന്നുചൂമന് കതറത്ത്, ആ സമയത്ത് ആകാശം പൊട്ടിപ്പിളന്ന് തരിപ്പണമാകും. ഈ ഭൂമിയെ തന്നെയാണ് സത്യം. ആകാശം അല്ലാഹു പറഞ്ഞെടുത്തേ സഞ്ചരിക്കാറുള്ളൂ. ഈ ഭൂമിയും അങ്ങനെ തന്നെയാ. ഇതാ സുൽസിലത്തുൽ അർളു സിൽസാലഹാ വാഖറജത്തുൽ അർളു അസ്കാലഹാ. ഈ ഭൂമിയോട് ഞാൻ പറഞ്ഞു അലം നജഅലിൽ അർള മിഹാദാ, എന്റെ അടിമകൾക്ക് ജീവിക്കാൻ പരവതാനി പോലെ വിരിച്ചു തന്നു. ഒരു സമയത്തല്ല പറയും ഭൂമിയെ തകരുക, ഭൂമിയെ പിളരുക, ഭൂമിയെ മടങ്ങുക. ആ സമയത്ത് ഭൂമി പല കഷണങ്ങളായി പൊട്ടിപ്പിളരുമെന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ. ഈ വർക്കല നടയിൽ വെച്ച് പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പടച്ചറബ് പറയുന്നതെന്താ? എടാ, നിന്നേക്കാൾ 100 ഇരട്ടി വലിപ്പമുള്ള സൂര്യൻ ഞാൻ പറഞ്ഞെടുത്തേ സഞ്ചരിക്കാറുള്ളൂ, ചന്ദ്രൻ ഞാൻ പറഞ്ഞതേ അനുസരിക്കാറുള്ളൂ, രാത്രി ഞാൻ പറഞ്ഞ സമയത്തേ വരാറുള്ളൂ, പകല് ഞാൻ പറയുന്ന സമയത്തേ ഉദിക്കാറുള്ളൂ. പക്ഷേ മനുഷ്യ, മാനവാ മാനവാ മാനവാ, മനുഷ്യ ഹൃദയത്തെ തന്നെയാണ് സത്യം. അല്ലാഹു പറയുകയാണ്, ലോകത്തുള്ള എല്ലാ വസ്തുക്കൾക്കും ഒരൊറ്റ വഴിയേ ഉള്ളൂ. പക്ഷേ മനുഷ്യ, നീ എങ്ങനെയല്ല.
മനുഷ്യന്റെ മുമ്പിൽ രണ്ട് പാതയുണ്ട്. ഒന്ന് അസത്യത്തിന്റെ പാത, ഒന്ന് സത്യത്തിന്റെ പാത. ഒന്ന് അധർമ്മത്തിന്റെ പാത, മറ്റൊന്ന് ധർമ്മത്തിന്റെ പാത. മനുഷ്യ, ഞാൻ തെളിച്ചു കാണിച്ച വഴിയിൽ നിന്ന് മാറി സഞ്ചരിച്ചത് ഇതേവരെ നീ മാത്രമാണ്. നീ എല്ലാത്തും ഇതേവരെ അനുസരണക്കേട് കാട്ടിയിട്ടില്ലെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ള പറയുക, എടാ നന്ദി കെട്ട മനുഷ്യ, സൂര്യൻ നമ്മളെക്കാളും വലുതാ, പക്ഷെ അള്ള പറഞ്ഞെടുത്തോടെ സൂര്യൻ സഞ്ചരിക്കും. പറയണ മനസ്സിലാവാനുണ്ട്? അതുകൊള്ള ഇതിപ്പോ ആരോ നിർബന്ധിച്ച് വോട്ട് ചെയ്യാൻ കൊണ്ടുപോയിട്ട് സ്കൂളിന്റെ അവിടെ ഇട്ടിട്ട് വന്നവരിയ്ക്കുന്നുണ്ട്. ഞാൻ പറയണ മനസ്സിലാവാനുണ്ട? എന്നിങ്ങനെ കൈകെട്ടിട്ട് ഓതിയാ മാത്രം പോരാ മനുഷ്യന്മാര്. ഖുർആൻ എന്ന് പറഞ്ഞ നാക്കിലാക്കിയത്, ഖുർആൻ നമ്മുടെ നാവിൽ മാത്രം നിന്നു, അതാണ് നമ്മുടെ പ്രശ്നം. പക്ഷെ ഖുർആൻ അലാ ഖൽബിക് ലിതകൂന മിനൽ മുൻദരീൻ, ഖുർആൻ ഹൃദയത്തിൽ ഇറങ്ങണം. അള്ളാഹു പറഞ്ഞ ആകാശം തന്നെയാണ് സത്യം, ഭൂമി തന്നെയാണ് സത്യം, പകല് തന്നെയാണ് സത്യം. ഏഴാമതൊരു ചെറിയ അവയവം ശരീരത്തിന്റെ മധ്യഭാഗത്ത് വലതുഭാഗത്തായി ഇടത്തോട്ട് തിരിഞ്ഞിരിക്കുന്ന 350 ഗ്രാം തൂക്കമുള്ള ഒരു മുഷ്ടിയുടെ വലിപ്പമുള്ള ഹൃദയം, മനുഷ്യന്റെ ഹൃദയം. എടാ മനുഷ്യ, നിന്റെ ഹൃദയം നന്നായിട്ടില്ലടാ. ആകാശത്തിന് വഴിപ്പെടലുണ്ട്, സൂര്യന് വഴിപ്പെടലുണ്ട്. നന്നാവാത്ത, അള്ള പറഞ്ഞെടുത്തൂടെ സഞ്ചരിക്കാത്ത ഒരേ ഒരു വർഗം ഏതാ? ഈ സൂറത്ത് പറഞ്ഞ് അവസാനിക്കുമ്പോ നമ്മുടെ വാദം അവസാനിക്കും. ഈ സമയമില്ലാത്ത സമയത്ത് വന്നിട്ട് വാക്കവി വാതു വന്നിട്ട് എന്ത് പഠിച്ചു എന്ന് ചോദിച്ചാ ഇന്ന് വശംസി പഠിച്ചു എന്ന് പറയണം. വശംസി പഠിച്ച മഴ പെയ്യും, വശംസി പഠിച്ച മഴ പെയ്യും. അള്ള പറയാ അൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ. മനുഷ്യന്റെ ഇടയിൽ രണ്ട് വിഭാഗമുണ്ട്. ഒന്ന് ഫഅൽഹമഹ ഫുജൂറഹ, ഒന്ന് മുജിരിം, ഒന്ന് മുജിരിം എന്ന് പറഞ്ഞ മലയാള ഭാഷ പറഞ്ഞ തെമ്മാടി. മലയാള ഭാഷ പറഞ്ഞ മലയാള പഠിക്കണം, ചുമ്മാ വാത് കേട്ടിട്ട് പോകുന്നത്. മലയാള ഭാഷ പറഞ്ഞ മുജിരിം, തെമ്മാടി. രണ്ട് വതഖ്വാഹ, മുത്തഖി. രണ്ടാമത്തെ ആൾ മുത്തഖി. ഈ രണ്ട് വിഭാഗം ആളുകളെയാണ് അള്ളാഹു ഖുർആനിൽ പറയുക. ഒന്ന് മുജിരിം, ഒന്ന് മുത്തഖി. മുജിരിം എന്ന് പറഞ്ഞ തെമ്മാടി എന്ന് പറഞ്ഞ അടുത്ത മഹല്ലുകാരന നമ്മൾ തന്നെ. തെമ്മാടി നമ്മൾ അടുത്ത മഹല്ലുകാരൻ തന്നെ. തെമ്മാടി എന്ന് പറഞ്ഞ ആരാ? നമ്മൾ തന്നെ. വേറെ ആരെ കുറിച്ചായി പറയുക? അള്ള പറയുകയാ മനുഷ്യന്റെ ഇടയിൽ രണ്ട് വിഭാഗമുണ്ട്. ഒന്ന് മുജിരിം, ഒന്ന് മുത്തഖി. ഇവൻ ആരാ? അവൻ ദുനിയാവിലെങ്ങനെ, ആഖിറത്തിലെങ്ങനെ? സമയമുള്ളതുപോലെ പറയും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ, അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഒരു ടിഷ്യൂ പേപ്പറോ ഒരു ടിഷ്യൂ ബോക്സ് എന്തെങ്കിലും നല്ല ചൂടുണ്ട്. എന്നാലും മതി, എന്തെങ്കിലും ആട്ടെ. ഇങ്ങോട്ട് ഒരൊറ്റ സമയം പോലും കളയാം. ഇങ്ങോട്ട് നോക്ക്. ഞാൻ ഖുർആന്റെ ഒരൊറ്റ എന്റെ ജോലി ഏതാ? വേറൊരു ജോലിയില്ല എനിക്ക്, വേറൊരു ജോലിയില്ല. അവൻ പിഴച്ചു ഇവൻ പിഴച്ചു, അത് നമ്മുടെ ജോലിയല്ല. നമ്മുടെ ജോലി അള്ളാഹുവിന്റെ നൂറിനെ മനുഷ്യന്റെ ഹൃദയത്തിൽ എത്തിച്ചു കൊടുക്കല. അള്ളാഹു നമ്മളെ എത്തിക്കട്ടെ, അള്ളാഹു നമ്മളെ എത്തിക്കട്ടെ, അള്ളാഹു നമ്മളെ എത്തിക്കട്ടെ. അള്ളാഹു പറയുകയാണ് ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ. അള്ളാഹു പറയുകയാണ് മാനവാ മാനവാ മാനവാ, മനുഷ്യനെ മാനവനെ, നിന്റെ ഇടയിലാണ് രണ്ട് വിഭാഗം ആളുകളുള്ളത്. ഒന്ന് പടച്ചറപ്പ് സൃഷ്ടിച്ചിട്ട് ഈ ഭൂമിയിലേക്ക് വിട്ടിട്ട് അള്ളാഹനെ മറന്നിട്ട് തെമ്മാടിയായിട്ട് നടന്നവൻ. മറ്റൊരുത്തൻ പടച്ചറപ്പിനെ അനുസരിച്ചിട്ട് മുഅ്മിനായി ജീവിച്ചവന്. അള്ളാഹു പറയുകയാണ് ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസാഹാ. അള്ള പറയാണ് മനുഷ്യ, നീ മാത്രമെന്തേ ഇങ്ങനെ ആയിപ്പോയി? യാ അയ്യുഹൽ ഇൻസാൻ മാ ഗർറക ബിറബ്ബിക്കൽ കരീം അല്ലദീ ഖലഖക വസവ്വാക ഫഅദലക ഫീ അയ്യി സൂറത്തിൻ മാ ശാഅ റക്കബക. ഓ മനുഷ്യ, നീ മാത്രമെന്തേ? ആകാശത്തിന് നന്ദി കേടില്ലല്ലോ, ഈ ഭൂമിക്ക് നന്ദി കേടില്ലല്ലോ.
പടച്ചിറപ്പ് വിളിച്ചപ്പോ വിനീതനെ പോലെ വന്നു നിന്ന സൂര്യനെ കണ്ടില്ലയോ? എന്തേ മനുഷ്യ നീ മാത്രം നന്ദി കെട്ടവനായി പോയി? അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക, നിന്നെ സൃഷ്ടിക്കുകയും നിനക്ക് സമ്പത്ത് നൽകുകയും നിനക്ക് ആരോഗ്യം നൽകുകയും ചെയ്ത അള്ളാഹുവിന് എന്തേ നീ മറന്നുപോയെന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഒന്നാമത്തെ ആളാരാ? ആദ്യം നമുക്ക് തെമ്മാടികളെ പരിചയപ്പെടാം, രണ്ടാമത് മുത്തക്കീങ്ങളെ പരിചയപ്പെടാം. അള്ളാഹു നമ്മളെ മുത്തക്കീങ്ങളാക്കട്ടെ. ആമീൻ പറയും മനുഷ്യന്മാര്. നിങ്ങളെന്തോട് ഞാൻ പറയില്ല, ആള് കുറവുള്ളൂന്ന് എനിക്കൊരു പ്രശ്നമല്ല, ഉള്ള ആള് മതി. ഞാൻ 10,000 ഉള്ളിടത്ത് സംസാരിക്കും, 10 പേരുള്ളിടത്ത് സംസാരിക്കും, അതൊരു വിഷയമല്ല. ഇനിയിപ്പോ ആളെ കൂട്ടണമെന്ന് വിചാരിച്ചാൽ നടക്കും. റിമി ടോമി ഇപ്പൊ വരട്ടെ, 10,000 പേരുള്ളൂ. എന്തേ മോനെ, കുറച്ചൊക്കെ മാറി ചിന്തിക്കാൻ സമയമായി. ഇനി ഈ ഭൂമിയിൽ കൂടുതൽ ആയുസ്സൊന്നും ഒരൊറ്റ മനുഷ്യനുമില്ല. ഈ ലോകാവസാനം എല്ലാവരും കേട്ടതല്ലേ, അതിന്റെ ബാക്കിയും കേട്ടല്ലോ. ഇനി ഈ ഭൂമി നിനക്ക് വേണ്ടി കാത്തു നിൽക്കുകയില്ല. ഭൂമിയുടെ അവസാനത്തെ ആണിക്കല്ലും പതിച്ചു കഴിഞ്ഞു. 40 വർഷത്തിന്റെ ഇടയിലാണ് ഏറ്റവും വലിയ വരൾച്ച കേരളത്തിൽ. ചാലിയാറും കബനി നദിയും ഭാരതപ്പുഴയും നിറഞ്ഞൊഴുകിയ കേരളത്തിന്റെ ആ കളകളാരവം മുടങ്ങിയ തോടുകളും ആറുകളും വറ്റി വരണം. വെള്ളമില്ലാതായി. ചാലിയാറും പറ്റി, എല്ലാം പറ്റി. ചാലിയാറില്ല. റയോൺ ഫാക്ടറിയുടെ മാലിന്യം ചാലിയാറിനെ വിഷമലിനമുക്തമാക്കി. എല്ലാം തകർന്നു. പൊന്നുമോനെ, ഇനൊരൊറ്റ കാര്യം ചിന്തിച്ചോ, ഈ ദുനിയാവിൽ ഇനി എന്നെ നിന്നെ പോലെയുള്ള സാധാരണ മുസ്ലിമീങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റൂല. ബാങ്ക് വിളിക്കുമ്പോൾ നിസ്കരിക്കുക, പടച്ചോനെ മുഅ്മിനായിട്ട് മരിപ്പിക്കണേ, ആഖിറത്തിൽ സ്വർഗത്തിൽ എത്തിക്കണേ എന്ന് ദുആ ചെയ്തിട്ടിരിക്കാനല്ലാതെ എന്നെയും നിങ്ങളെയും കൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റൂല. ഇനി ഈ ദുനിയാവിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണമെങ്കിൽ 2 വിഭാഗം ആളുകൾക്കേ കഴിയൂ. ഒന്നുകിൽ അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മലായിക്കത്തുകൾക്ക്. അല്ലാതെ എന്നെയും നിങ്ങളെയും പോലെയുള്ള സാദാ സീത ആളുകൾക്ക് ഇനി പ്രപഞ്ചത്തിന്റെ ദിശയെ മാറ്റാനൊന്നും പറ്റില്ല. ഇനി ഒന്നുകിൽ കഴിയണമെങ്കിൽ നമ്മളൊക്കെ ആരാ? നമ്മളൊക്കെ ഞെളിഞ്ഞങ്ങൾ, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി ദുനിയാവിൽ ഒരു മാറ്റം വരുത്തണമെങ്കിൽ അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് കഴിയും. അള്ളാഹുവോടെ നമ്മളെ എത്തിക്കട്ടെ. അള്ളാഹു അവിടെ നമ്മളെത്തിക്കട്ടെ. നമ്മൾ വലിയായാ പോരാ. ഇപ്പൊ നമ്മളാരാന്നറിയാം, അവനവന്റെ ആണ്ട് നേർച്ച അവനവൻ തന്നെ നടത്തുന്ന കാലത്ത് നമ്മൾ ജീവിച്ചിരിക്കുക. അവനവന്റെ ആണ്ട് നേർച്ച അവനവൻ തന്നെ നടത്തും. ഇതാരും ആണ്ട് നേർച്ചയാണ് എന്റെ. അവനവൻ തന്നെ ലോകത്തിന്റെ സിംഹാസനത്തിൽ അവരവർ തരുന്ന വാഴ്ത്തപ്പെടുന്ന വ്യക്തിത്വമാകാൻ അവരവർ തരുന്ന ഉപാസകന്മാരെ വാടകയ്ക്കെടുക്കുന്ന കാലത്താണ്. കെട്ടിപ്പൊക്കിയ മിത്തുകളുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുക. അള്ളാഹുവിന്റെ യഥാർത്ഥ വിലായത്ത് അവിടെയല്ല. അള്ളാഹുവിന്റെ യഥാർത്ഥ വിലായത്ത് അവിടെയല്ല. നമ്മളിവിടെ വിലായത്ത് എന്ന് പറഞ്ഞാൽ ഒരുമാതിരി ദൗറുത്ത സൽസുല 10 പേര് പറഞ്ഞിട്ട് അത്ഭുത കഥകൾ പറഞ്ഞ് അവനവൻ തന്നെ അവനവൻ ഇഷ്ടപ്പെടുന്നവരെ അവനവന്റെ ആത്മീയ നേതാക്കളാക്കി വാഴിക്കുന്ന ഒരുമാതിരി അപസർപ്പക കഥകളെ വെല്ലുന്ന പണ്ട് പുരാണങ്ങളിൽ പറഞ്ഞ കഥകൾ നമ്മൾ വാടകയ്ക്കെടുത്തിട്ട് അവനവൻ ആവശ്യമുള്ളവരെ ദുനിയാവിലെ സുൽത്താന്മാരാക്കി മാറ്റി. പക്ഷെ അതല്ല. അതുകൊണ്ടാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഖുറാസാനിൽ നിന്ന് കറുത്ത തലപ്പാവ് ധരിച്ചിട്ട് ഒരു വിഭാഗം ആളുകൾ പുറപ്പെട്ടു എന്ന വാർത്ത നിങ്ങൾ കേട്ടാൽ ആ സമയത്ത് മുട്ടുകാലിൽ ഇടഞ്ഞിട്ടാണെങ്കിലും ആ കറുത്ത തലപ്പാവ് ധരിച്ച സമൂഹത്തെ പോയി നിങ്ങൾ ബൈഅത്ത് ചെയ്യണേ. ലോകാവസാനത്തിന്റെ അടയാളം പറയുമ്പോ ഖുറാസാന്റെ മലനിരകളിൽ നിന്ന് കറുത്ത തലപ്പാവ് ധരിച്ച ഒരു വിഭാഗം ആളുകൾ വരുന്നു എന്ന് കേട്ടാൽ നിങ്ങൾ മുട്ടുകാലിൽ ഇടഞ്ഞിട്ടാണെങ്കിലും അവരുടെ കയ്യിൽ പോയി ബൈഅത്ത് ചെയ്യണേ. കാരണം എന്തെന്നറിയോ? ആ സംഘത്തിലാണ് എന്റെ ഇമാം മഹ്ദിയുള്ളതെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഖുറാസാന്റെ മലനിരകളിൽ നിന്ന് കറുത്ത തലപ്പാവ് ധരിച്ചു വരുന്ന ആളുകൾക്ക് ഇനി പ്രപഞ്ചത്തിന്റെ ദിശ മാറ്റാൻ കഴിയൂ. ആ കറുപ്പ് വിലായത്തിന്റെ അടയാളമാണ്. അത് അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ അടയാളമാണ്. കറുപ്പ് പച്ച മാത്രമല്ല, വിലായത്തിന്റെ അടയാളം. വിലായത്തിന്റെ അടയാളം കറുപ്പ്. നമുക്ക് പച്ച കണ്ടാ പിന്നെ വലിയായി. പള്ളിക്കറിയിലും വേണ്ടില്ല, പിടുത്തിട്ട് കഴിവില്ലേലും വേണ്ടില്ല, അവൻ വലിയ.
നമുക്കെല്ലാവരും വലിയ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ആ ഭാഗത്തോട്ടൊന്നും കടന്നു പോകുന്നില്ല. മലപ്പുറം ജില്ലയിൽ വലിയ വലിയ വന്നു. അവസാനം വന്ന് മന്ത്രിച്ച് എല്ലാ വെള്ളവും മന്ത്രിച്ചു കൊടുത്ത അതെല്ലാം ശിവയാകും. മലപ്പുറം ജില്ലയിൽ ഒരു കോട്ടക്കലിനടുത്തൊരു വരി വന്നു. അവസാനം പിന്നെ വെള്ളം കൊണ്ടുപോകാൻ വല്ലാത്ത തിരക്കായി. കോട്ടക്കൽ അങ്ങാടിയിലടുത്തുള്ള സർവ്വ കടയിലെയും 10 ലിറ്ററിന്റെയും 5 ലിറ്ററിന്റെയും കന്നാസ് തീർന്നു വെള്ളം കൊണ്ടുപോകാൻ. അവസാനം പിന്നെ വെള്ളത്തിന് തിരക്ക് കൂടിയപ്പോ ഊതാൻ സമയമില്ലാത്തോണ്ട് കിണറ്റിൽ ഊതിയുന്ന കിണറ്റിലൂതി ആവശ്യമുള്ളവർ വെത്തിക്കൊണ്ട് പോട്ടെ. അവസാന സർവ്വ കന്നാസ് തീർന്നു. എല്ലാം കഴിഞ്ഞപ്പോ അവസാനമാണ് അറിഞ്ഞത് ഈ വലിയന്റെ മുറിച്ചിട്ടില്ല എന്നറിഞ്ഞത്. എല്ലാം കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. കുറെ കഴിഞ്ഞപ്പോ ഒരു കേസ് വന്നു. കേസ് അന്വേഷണം വന്നപ്പോഴാണ് അറിഞ്ഞത് എന്ത് ശൈവനാണ്ട് മുറിച്ചിട്ടില്ല. ഇതെല്ലാം ഇമാതിരി എല്ലാവരെയും നമ്മൾ പരിവേഷം കെട്ടിച്ചു കൊടുത്തു. ആരാണെന്ന് അന്വേഷിക്കേണ്ട കഥയൊന്നും നമുക്കില്ല. എവിടെയാണോ അതിന്റെ പുറകെ നമ്മൾ പോയി. അള്ളാഹുവിന്റെ യഥാർത്ഥ ഔലിയാക്കൾ മലപ്പുറം ജില്ലയിലെ കൊടുങ്കാടിൽ ഒരു മനുഷ്യവാസം പോലും ഇല്ലാതെ കാട്ടാനകളെ ചിഹ്നം വിളിക്കുന്ന കൊടുങ്കാടിലൂടെ നടന്നുപോയി ഒരു വലിയും ഒരു മുരീദും കൈ ചൂണ്ടിയിട്ട് പറഞ്ഞു, ഇൻഷാ അല്ലാഹ് ഒരു കാലഘട്ടത്തിൽ ഇവിടെ നിന്ന് കൂട്ടമായി ആളുകൾ അള്ളാഹുവിന്റെ മക്കയിലേക്കും മദീനയിലേക്കും പോകും. കൂടെ നിന്ന ആളുകളും കേട്ട ആളുകളും പൊട്ടിച്ചിരിച്ചു. മലപ്പുറം ജില്ലയിലെ കാട്ടാന നടന്നു പോകുന്ന കാടിന്റെ നടുവിൽ നിന്ന് ആളുകൾ മദീനയിലേക്ക് പോകും, ഹറമിലേക്ക് ആളുകൾ കൂട്ടത്തോടെ പോകുമെന്ന ആ മനുഷ്യനെ ആളുകൾ പുച്ഛിച്ചു തള്ളി. കേട്ട ആളുകൾ ഭ്രാന്താന്ന് പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മനുഷ്യനായിരുന്നു CM വലിയുല്ലാഹി. അദ്ദേഹം ചൂണ്ടിക്കാണിച്ച അതേ സ്ഥലത്താണ് ഇന്ന് കരിപ്പൂർ എയർപോർട്ട് വന്നത്. അദ്ദേഹം ചൂണ്ടിക്കാണിച്ച സ്ഥലത്താണ് കരിപ്പൂർ എയർപോർട്ട് വന്നത്. അവിടെ നിന്നാണ് ഹജ്ജിന് ആളുകൾ പോയത്. എന്തേ ഞാൻ പറയുന്നത്, എന്നെ നിങ്ങൾ അങ്ങനെ മുദ്രയടിക്കൊന്നും വേണ്ട, നല്ലതിന് നല്ലത്. ആ മനുഷ്യനാണ് CM വലിയുല്ലാഹി. കറാമത്തുകൾ കൊണ്ട് ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച മഹാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, അങ്ങനെ സ്വാധീനിക്കാൻ കഴിയുന്ന മനുഷ്യരായി മാറാതെ ഈ ദുനിയാവിലൊരു തെമ്മാടിയായി മുജ്രിമായി അള്ളാഹു ചോദിക്കേടാ, നീ ആരടാ മനുഷ്യ, നീ ആരടാ? സൂറത്തുൽ വശംസി വദുഹായാണ് ഞാൻ പറയുന്നത്. അള്ളാഹു പറയുക, രണ്ടാളുകളെ, ഒന്ന് തെമ്മാടി ഒന്ന് മുത്തക്കി. എന്നിട്ട് അള്ളാഹു ചോദിക്കുക, എടാ ലോകത്തിലെ ഏറ്റവും വലിയ തമ്മാടികളുടെ കഥയാ പറയുക. ഇനി എന്ത് كذبت ثمود بطغواها إذ انبعث أشقاها. അള്ളാഹു ചോദിക്കുകയാണ്, മനുഷ്യ, പണം വന്ന് അഹങ്കരിച്ചു പോയ മനുഷ്യ, ഗൾഫിന്റെ പണം വന്ന് ജീവിതത്തിലോട്ട് കുടിഞ്ഞു മൂടിയപ്പോ അതാണ് ഈ ദുനിയാവിന്റെ അവസാനത്തെ വാക്കെന്ന് കരുതി അള്ളാന്റെ ദീനിനെ മുഴുവനും മാറ്റിവെച്ച തെമ്മാടി. എടാ, നിന്നേക്കാൾ വലിയ തെമ്മാടികൾ ഈ ലോകത്ത് കടന്നു പോയിട്ടില്ലേ? അവരാരെന്നറിയോ? കല്ലബത്ത് സമൂദ് ബിത്തഖ്വാ. സമൂദ് ഗോത്രം കഴിഞ്ഞു പോയില്ലേ? ആരാ സമൂദ് ഗോത്രം എന്നറിയോ? എന്തിനാ പടച്ചറപ്പിൽ പറയുന്നത്? എന്തിനാ? ഇന്ന് ഇശാനിസ്കാരം നടകളത്തേക്കാവിൽ നടന്ന് ഇമാമ് മിക്കവാറും ഇശാനിസ്കാരത്തിൽ ഓതുന്ന സൂറത്ത് വശംസി വദുഹായ. എന്തിനാ? കേട്ടിട്ട് വെറുതെ നിൽക്കാനല്ല. ലോകം കണ്ട ഏറ്റവും വലിയ അഹങ്കാരികൾ സമൂദ് ഗോത്രം ആരെന്നറിയുമോ? ഇക്കാണുന്ന കൊന്നത്തെങ്ങിനേക്കാൾ വലിപ്പമുണ്ടായിരുന്ന ലോകത്തിലെ ഏറ്റവും വലിയ അതിശക്തന്മാരായ ആളുകളല്ലേ സമൂദ് ഗോത്രം. അവരെന്ത് ചെയ്തെന്നറിയോ? അവരുടെ ഇടയിലേക്കാണ് സാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നത്. വൈലാ സമൂദ അഖാഹും സാലിഹാ. സാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പെണ്ണിന്റെ പുറകെയും കള്ളിന്റെ പുറകെയും തൊലിവെളുത്ത പെണ്ണിന്റെ കൂടെ രാത്രിയിൽ പോയി ചൂടും അനുഭവിച്ചിട്ട് ഒരു പെണ്ണിന്റെ മുമ്പിൽ കമന്ന് വീണ സമൂദ് ഗോത്രത്തോട് അല്ലാഹുവിന്റെ ഏറ്റവും വലിയ പ്രവാചകനായ സാലിഹ് നബി പറഞ്ഞവത്രേ, വഖാലയാ ഖൗമി ഇബ്ദുല്ലാഹ്. ഞാൻ ഈ പറയുന്നത് ഖുർആനാണ്. ജനങ്ങളെ, പടച്ചറപ്പിനെ മറക്കരുതേ. അള്ളാന്റെ മുമ്പിൽ സുജൂദ് ചെയ്യണേ. ഈ പെണ്ണിന്റെ പുറകെയുള്ള ഓട്ടം നിർത്തണേ. ഈ മണ്ണിന്റെയും മദിരാസിയുടെയും പുറകിലുള്ള മയക്കം നിർത്തണേ. നാളെ പടച്ചറപ്പിന് സുജൂദ് ചെയ്താലേ അള്ളാഹു നിങ്ങൾക്ക് സ്വർഗം തരൂവെന്ന് സാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരോട് പറഞ്ഞു കൊടുത്തപ്പോ ആ സമയത്തൊരാൾ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞ, ജനങ്ങളെ, സാലിഹ് നിങ്ങളോട് പറഞ്ഞിരണ്ട, അള്ളാഹു സുജൂദ്
ചെയ്താൽ നാളെ മരിച്ചു കഴിഞ്ഞിട്ടല്ലേ സ്വർഗം തരാമെന്ന് പറഞ്ഞത്. എന്റെ മുമ്പിൽ നിങ്ങൾ സുജൂദ് ചെയ്താൽ ഈ ദുനിയാവിൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാം. മരിച്ചിട്ട് കബറിന്റെ അടിയിൽ പോയിട്ട് അവിടെ നിന്ന് മണ്ണായി കഴിഞ്ഞ് സ്വർഗം കിട്ടിയിട്ട് കാര്യമെന്താവുള്ളത്? അള്ളാന്റെ മുമ്പിൽ സുജൂദ് ചെയ്താൽ മരിച്ചു കഴിഞ്ഞിട്ടാണ് സ്വർഗം കിട്ടുന്നതെങ്കിൽ എന്റെ നിങ്ങളുടെ മുമ്പിൽ സുജൂദ് ചെയ്യുമോ? നിങ്ങൾക്ക് ഈ ദുനിയാവിൽ സ്വർഗം തരാമെന്ന് പറഞ്ഞ ആളല്ലേ ശദ്ദാദ്. ശദ്ദാദ് പറഞ്ഞു, നിസ്കരിച്ചു കഴിഞ്ഞാ മരിച്ചിട്ടല്ലേ സ്വർഗം കിട്ടും. മരിച്ചിട്ട് സ്വർഗം കിട്ടിയിട്ട് കാര്യം എന്താണുള്ളത്? എന്റെ മുമ്പിൽ സുജൂദ് ചെയ്യ്, നിങ്ങൾക്ക് ദുനിയാവിൽ ഞാൻ സ്വർഗം തരാം, സ്വർഗത്തിലെ ഹൂറികളെ ഞാൻ ഇവിടെ വെച്ച് തരാം എന്ന് പറഞ്ഞ നേതാവാണ് സമൂദ് ഗോത്രത്തിന്റെ നേതാവ് ശദ്ദാദ്. പറഞ്ഞ മനസ്സിലാവനുണ്ട? പറയണ മനസ്സിലാവനുണ്ട? സമൂദ് ഗോത്രത്തിന്റെ നേതാവ് ശദ്ദാദ് എന്ത് പറഞ്ഞു? ഇന്ന് നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെയാ. ഏട്ടാ എന്തിനാണ് നിസ്കരിക്കണത്? കുറച്ചൊക്കെ അങ്ങോട്ട് പഠിച്ചു കഴിയുമ്പോ മരിച്ചിട്ട് പിന്നെ സ്വർഗവോ ദുനിയാവിലല്ലേ സ്വർഗം വേണ്ടത് എന്ന് ചോദിച്ച ആളാണ് ശദ്ദാദ്. ആരാ സമൂദ് ഗോത്രം? സമൂദ് ഗോത്രത്തെ കുറിച്ച് ഖുർആൻ പറയുക, വതമൂദല്ലദീന അജാബു സഖറ ബിൽവാദ് വഫിർഔന ദില്ലൗതാദ്. സ്വന്തം കൈവിരലുകൾ കൊണ്ട് പാറക്കെട്ടുകൾ തുരന്നിട്ട് അതിന്റെ ഉള്ളിൽ ഫ്ലാറ്റ് വെച്ച് ജീവിച്ച ആളുകളാ സമൂദ് ഗോത്രം. സ്വന്തം വിരലുകൾ കൊണ്ട് കരിമ്പാറക്കെട്ടുകളെ തുരന്നിട്ട് അതിന്റെ ഉള്ളില് വീടല്ല ഫ്ലാറ്റ് വെച്ചവരാണ് ഖുർആൻ പറഞ്ഞ കഥാപാത്രങ്ങൾ ഇന്ന് നമ്മുടെ മുമ്പിൽ ജീവിക്കുന്നുണ്ട്. നിങ്ങളെന്താ വിചാരിച്ച 6-ാം നൂറ്റാണ്ടിൽ മാത്രം ഇറങ്ങിയതായത്? അള്ളാഹ് എന്തിനാ ഇത് പറയുന്നത്? സമൂദ് ഗോത്രത്തെ കുറിച്ച് പണ്ട് മുതലേ നമ്മൾ പറയാറുണ്ട്, അവര് പാറ തുരന്നിട്ട് അതിന്റെ ഉള്ളിൽ വീടുണ്ടാക്കി. അതെന്തിനാ സമൂദ് ഗോത്രക്കാര് അങ്ങനെ വീടുണ്ടാക്കിയത്? എന്തിനാ? പാറ മനുഷ്യന്മാരെ നമ്മൾ വളർന്നു പറയാൻ തുടങ്ങിയിട്ട് കുറെ നാളായില്ലേ? ഉസ്താദന്മാര് പറഞ്ഞു പഠിപ്പിച്ചെന്നല്ലേ സമൂദ് ഗോത്രം പാറ തുരന്നിട്ട് അതിന്റെ ഉള്ളിൽ വീടുണ്ടാക്കി. എന്താ കാരണം? ലോകത്താദ്യമായി JCB പരിചയപ്പെടുത്തുന്ന ഖുർആനാണ്. പാറ തുരന്നിട്ട് കൈവിരൽ JCBയുടെ പല്ല് മാതിരിയാ. അവര് മെഴുകു തുരക്കുന്നത് മാതിരി വിരൽ വെച്ച് തുരന്ന ആളുകളാ. അവരെ ശക്തി എത്രയാ? നമുക്ക് മണ്ണ് തുരക്കാൻ പറ്റുമോ? ഇത് വെച്ചിട്ട് പറ്റുമോ? ഈ വിരൽ വെച്ചിട്ട് ഈ മണ്ണ് തുരക്കാൻ പറ്റുമോ? ഇത് മണ്ണാണല്ലോ, ചവിട്ടിയാത്താണ് മണ്ണ്. ഈ വിരൽ വെച്ചിട്ട് ഈ മണ്ണ് എത്രത്തോളം കുടിക്കുന്നു? ഒരു വീട് വെക്കാൻ പറ്റുന്ന രീതി ഈ വെള്ളം കൊണ്ട് മണ്ണ് കുടിക്കാൻ നമുക്ക് പറ്റില്ല. ഈ വിരൽ കൊണ്ട് പാറ തുരന്നിട്ട് അതിന്റെ ഉള്ളിൽ വീട് വെച്ചു. വീടിന്റെ മുകളിൽ പാറ. ഒരു കാര്യം ഞാൻ പറഞ്ഞ, വീടിന്റെ മുകളിൽ പാറ. അതെന്തിനാ സമൂദ് ഗോത്രം അങ്ങനെ ചെയ്തത്? എന്തിനാ അറിയില്ല. നമ്മളെല്ലാം അറിയാം. എനിക്ക് പറഞ്ഞു കേൾക്കേണ്ടത് എല്ലാം എനിക്കറിയാം. എവിടെന്ന് ഒന്നും അറിയില്ല. എന്തറിയാൻ? കേൾക്കണം, വകത് കേൾക്കണം. കൂടുന്നു പൊട്ടായിടം വേലം 2, ഓരോരോ സാഹത്തിൽ മാറ്റങ്ങളുണ്ട്. കൂടുന്നു പൊട്ട ഇടം വേലം 2, ഓരോരോ സാഹത്തിൽ മാറ്റങ്ങളുണ്ട്. എടാ, നിന്റെ ഇടത്തും വലത്തും നിന്റെ മലക്കുകൾ ഇരിക്കുന്നുണ്ട്. അവര് നന്മ എഴുതാനിരിക്കുന്ന സമയമാണ്. നിന്റെ മജ്‌ലിസിൽ വന്നിരുന്ന് ഖുർആൻ കേൾക്കണം, സലാത്ത് ചൊല്ലണം, ദുആ ചെയ്യണം. നിന്റെ മലക്കുകൾക്ക് ജോലി ഉണ്ടാക്കി കൊടുക്കണം. ഇടത്തും വലത്തും രണ്ട് മലക്കുകൾ ഇരുന്നിട്ട് എഴുതുന്നുണ്ട്. ആർക്ക്? നിങ്ങൾക്ക്, റോട്ടിൽ നിൽക്കുന്നവർക്കല്ല. നമ്മുടെ വലത്തെ തോളി നന്മ എഴുതുന്ന മലക്ക്, ഇടത്തെ തോളി തിന്മ എഴുതുന്ന മലക്ക്. നമ്മുടെ മലക്കിന് വലത്തെ തോളി ഇരിക്കണ മലക്കിന് വലിയ ജോലിയൊന്നുമില്ല. നമ്മുടെ ഇടത്തെ തോളിരിക്കണ മലക്കിന് ജോലി കൂടുതലാ. ഏറ്റവും കൂടുതൽ ജോലി കൂടുതലുള്ളത് ഇടത്തെ തോളിരിക്കണ മലക്കിന്. ഇപ്പൊ ഏറ്റവും തിന്മേതുന്ന മലക്കാണ് ഇടത്തെ തോളി. ആ മലക്കിന് ഏറ്റവും കൂടുതൽ ജോലിയുള്ള സമയതാ? തിങ്കൾ മുതൽ വെള്ളി വരെ 7 മുതൽ 9 വരെ. എന്ത്? പക്ഷേ ഇനി നമ്മുടെ വലത്തെ ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെയൊക്കെ വലത്തെ തോളി നന്മ എഴുതുന്ന മലക്കുകൾക്ക് കാര്യമായി നന്മ എഴുതാൻ ജോലി ഉണ്ടായിരുന്ന സമയവും ഈ 7 മുതൽ 9 വരെ. അതൊക്കെ നമ്മൾ വിട്ടു. നമ്മുടെ ഉമ്മറപ്പടിയിൽ നിന്ന് സലാത്ത് മാറി, റാത്തീബ് മാറി, മൗലൂദ് മാറി, എല്ലാം മാറി. നമ്മൾ പുതിയത് കുറെയൊക്കെ നെഞ്ചിലോട്ട് ചേർത്തു. അപ്പൊ പിന്നെ മലക്കുകൾ തോള് മാറി. ഹിന്ദിക്ക് മനുഷ്യന്മാരെ
അപ്പൊ ഇവിടെ ഇരിക്കുന്നവര് വളരെ ഇഷ്ടപ്പെടട്ടെ ഇല്ലാതിരിക്കട്ടെ, ഭാഗ്യവാന്മാരാ. 2 മണിക്കൂർ മലക്ക് കാര്യമായിട്ട് എഴുതുന്നുണ്ട്. അള്ളാഹു നന്നാക്കി തരട്ടെ. ആമീൻ പറയും ഉറക്കെ. പറഞ്ഞവന്റെ ഇപ്പൊ എഴുതിയിട്ടുണ്ട്. കൂടുന്ന പൊട്ടായിരം വരുന്നുണ്ട്, ഓരോരോ സാഹത്തിൽ മാറ്റങ്ങളുണ്ട്. നിന്റെ മാറ്റങ്ങൾ അവർ എഴുതുന്നുണ്ട്. എന്തിനാ സമൂത് ഗോത്രം പാറ തുറന്നിട്ട് വിരലുകൊണ്ട് പാറ തുറന്നത്? എന്തിനാ? പഠിക്കാൻ തയ്യാറാകണം. നമ്മൾ കുറെയൊക്കെ നന്നായിട്ട് പഠിക്കണം. എന്തിനാ അവര് ചെയ്തത്? നമ്മുടെ അതേ മനോഭാവം തന്നെ. അവര് പാറ തുറക്കാൻ കാരണം എന്താ? അവരുടെ മുമ്പ് വന്ന സമൂഹമാണ് ആദ്. അവരുടെ മുമ്പ് വന്ന ഗോത്രവേദ ആദ്. അവരുടെ പ്രവാചകനാണ് ഹൂദ്. ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരുടെ പൂർവികന്മാരായി ഇവരുടെ വാപ്പാടെ ആളുകളോട് വന്ന് അള്ളാനെ അനുസരിച്ചില്ലെങ്കിൽ ശിക്ഷ വരും. അവര് വന്ന് നീ പോടാ ഹൂദേ, നീ ഞങ്ങളെ ഉപദേശിക്കണ്ട, നീ ഞങ്ങള് പള്ളിയിലെ മുല്ലാര് പള്ളിക്കകത്തെ കാര്യം നോക്കിയാൽ മതി, ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ സമൂഹം അള്ളാഹുവിന്റെ പൂർവികന്മാരായ ആദിനെ നശിപ്പിച്ചതെങ്ങനെയാ? സഖറഹലൈഹിം സബഅലയാലിൻ വസമാനിയത അയ്യാം ഹുസൂമൻ ഫതറൽ ഖൗമ ഫീഹാ സറാ. തങ്ങളുടെ മുൻഗാമികളായ ആളുകൾ അള്ളാഹനെ ധിക്കരിച്ചപ്പോ 7 രാത്രിയും 8 പകലും നീണ്ടുനിന്ന പേമാരി തുമർത്തു പെയ്തപ്പോ തങ്ങളുടെ പൂർവികന്മാരെ അള്ളാഹു നശിപ്പിച്ചു കണ്ട കഥ കേട്ടിട്ടുണ്ട് സമൂത് ഗോത്രം. അവര് സാലിഹിനോട് പറഞ്ഞ, സാലിഹ് നബിയെ, ഞങ്ങളുടെ മുൻഗാമികളെ നിന്റെ അള്ള മഴ പെയ്യിപ്പിച്ചിട്ടാ നശിപ്പിച്ചതെങ്കിൽ ഞങ്ങളെ നശിപ്പിക്കാൻ നിന്റെ അള്ളാഹ്ക്ക് കഴിയില്ലടാ എന്ന് പറഞ്ഞിട്ട് പാറ തുറന്നിട്ട് ആ പാറയ്ക്കുള്ളിൽ വീട് വെച്ചിട്ട് കിടന്നവരാ സമൂത് ഗോത്രം. ഞങ്ങളുടെ വീടിന്റെ മുകളിൽ കരിമ്പാറയുടെ ആവരണമാണ്. നിന്റെ അള്ള മഴ പെയ്യിപ്പിച്ച കരിമ്പാറക്കെട്ടില് തട്ടിയിട്ട് ഞങ്ങൾക്കൊന്നും പറ്റില്ലടാ എന്ന് പറഞ്ഞ് അഹങ്കാരത്തോടെ ജീവിച്ച സമൂത് ഗോത്രം അവരെ അള്ളാഹു നശിപ്പിച്ചതെങ്ങനെയെന്നറിയോ? വശം സൂറത്ത് ശംസിൽ അള്ള ചോദിക്കുകയാ, ഏറ്റവും വലിയ തമ്മാടികളെ ഞാൻ നശിപ്പിച്ചതെന്തിനാ? അള്ളാഹു ഞങ്ങളെ നശിപ്പിക്കില്ലടാ, ഞങ്ങൾക്ക് കഴിവുണ്ടെന്ന് പറഞ്ഞ് പാറക്കെട്ട് തുറന്നിട്ട് അതിന്റെ ഉടയിൽ വീടുണ്ടാക്കിയിട്ട് പെരിയിരുന്ന ജനത അള്ളാഹു എന്ത് ചെയ്തെന്നറിയോ? ആകാശത്തൊരു ഇടിനാദം മുഴങ്ങി സമൂത് ഗോത്രം മുഴുവനും ആ ശബ്ദം താങ്ങാൻ കഴിയാതെ ഹാർട്ട് അറ്റാക്ക് വന്ന് വീടിന്റെ ഉള്ളിൽ നിന്ന് ചത്തുപോയെന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ. ഹാർട്ട് അറ്റാക്ക് വന്നു, ആകാശത്തിൽ ഇടിമുടങ്ങിയതേയുള്ളൂ. ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് വീടിന്റെ ഉള്ളിൽ പല്ലികൾ ചത്തു വീഴുന്നത് പോലെ ഈ കൊന്നത്തടികൾ പോലെയുള്ള ആളുകളെ കൊന്നൊടുക്കിയില്ല ഞാൻ. ചോദിക്കുകയാണ്, എടാ തെമ്മാടി, നീ എന്താ വിചാരിച്ചത്? അയിനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുന്തും ഫീ ബുറൂജിൻ മുശയ്യദാ. അള്ളാഹു നന്നായിട്ട് അനുഗ്രഹിച്ച ഒരു നാടാണ് വർക്കല. ഇവിടെ നിന്ന് അറബിക്കടലിന്റെ തിരമാല താണ്ടി അങ്ങകലെ ഗൾഫിലേക്ക് പോയി പാവപ്പെട്ട നമ്മുടെ കാരണന്മാര് പാടുപെട്ടുണ്ടാക്കിയ സമ്പത്തിന്റെ ഒരു ആധിക്യം ഇവിടെയുണ്ട്. പിന്നീട് ഈ തലമുറ കടല് കടന്നു. ഈ തിരുവനന്തപുരം ജില്ലയിൽ അള്ളാഹു വല്ലാതെ ഗൾഫിന്റെ പണം കൊണ്ട് അനുഗ്രഹിച്ച നാടാണ് വർക്കല. നിങ്ങൾ എന്നെ കല്ലെറിഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല, കാരണം നാളെ പടച്ചറപ്പിന്റെ മുമ്പിൽ എനിക്ക് പറയണ്ടേ, എടാ നിനക്കൊരു അവസരം കിട്ടിയിട്ട് എന്തേ നീ പറഞ്ഞില്ല എന്ന് ചോദിച്ചാ, വൈദ് കാലത്ത് ഉമ്മത്തും മിൻഹും ലിമതൈറൂന ഖൗമനില്ല മുഹ്ലികുഹും ഔ മുഅദ്ദിബുഹും അദാബൻ ശദീദാ ഖാലൂ മഅദിറതൻ ഇലാ റബ്ബികും വലഅല്ലഹും യത്തഖൂൻ. പണ്ട് പ്രവാചകന്മാര് തിന്മയ്ക്കെതിരെ പ്രതികരിച്ചപ്പോ ആളുകൾ ചോദിച്ചു, നിങ്ങൾ ഈ സമൂഹത്തിനോട് വഅദ് പറയുന്നത് എന്തിനാ? ലിമതൈറൂന. വഅദ് എന്ന പദമാണ് ഖുർആൻ പ്രയോഗിച്ചത്. ഒന്നുകിൽ അവര് നശിക്കട്ടെ, നിങ്ങൾക്കെന്താ? അതല്ലെങ്കിൽ അവരെ അല്ലാഹു നരകത്തിലേറിട്ട് നിങ്ങളുടെ കൊച്ചാപ്പയല്ലല്ലോ.
വർക്കലക്കാരി എന്റെ കുടുംബക്കാരല്ലല്ലോ. അവരെ നശിപ്പിച്ചാൽ നിങ്ങൾക്ക് എന്താ പ്രശ്നമുള്ളത്? ആ സമയത്ത് ദീനിന്റെ വകതന്മാര് പറഞ്ഞതെന്താ? കാലൂമൈതിറത്തന്നിരാറബിക്കും. നാളെ അള്ളാഹുടെ മുമ്പിൽ ചെല്ലുമ്പോ അള്ള എന്നോട് ചോദിക്കുമ്പോ എനിക്ക് പറയണ്ടേ, അല്ലാഹുവേ ഞാൻ അവരോട് സമയം കിട്ടിയപ്പോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഞാൻ എന്റെ ദൗത്യം പൂർത്തീകരിക്കുകയാണ്, അള്ളാന്റെ മുമ്പിൽ ഞാൻ ഒഴിവാണ്. ഇമാമിങ്ങൾ വെള്ളിയാഴ്ച പറഞ്ഞ വാക്കുകൾ അവർ ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിവാകുകയാണ്. സഹോദരങ്ങളെ, പക്ഷേ പണം വന്ന് കുമിഞ്ഞുകൂടിയപ്പോ എന്റെ കയ്യിൽ പച്ചപ്പണത്തിന്റെ പച്ചനോട്ടിന്റെ തിടുക്കമുണ്ട്, എനിക്ക് കിടന്നുറങ്ങാ മാലുകയുണ്ട്. ഈ ദുനിയാവ് സ്വർഗമാണെന്ന് കരുതിയപ്പോ അള്ള പറഞ്ഞതെത്ര, എടാ നീ ആരാണടാ? നിന്നേക്കാളും വലിയവനെ ആകാശത്തൊരു ഇടിനാദം മുടങ്ങിയപ്പോ ഹാർട്ട് അറ്റാക്ക് വന്ന് കൊന്നുകളഞ്ഞവനാ ഞാനെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് കഴിഞ്ഞ ഒരാഴ്ച ഞാൻ നടന്ന മണ്ണ് ഈജിപ്തിലൂടെ, ഫലസ്തീനിലൂടെ, ഇസ്രയേലിലൂടെ, ജോർദാനിലൂടെ ഒരു യാത്ര കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ പ്രസംഗത്തിന് വന്ന് നിൽക്കുക. ആ യാത്രയുടെ ക്ഷീണം എനിക്ക് നന്നായിട്ടുണ്ട്. ഈജിപ്തിലെ മ്യൂസിയത്തിലൊരു മനുഷ്യൻ മരന്ന് കിടപ്പുണ്ട്. ആരെന്നറിയോ? ഫിറഔൻ. ആരെന്നറിയോ? ഫിറൗൻ കിടക്കുന്നുണ്ട്. ആരാ ഫിറൗൻ എന്നറിയോ? കരയിൽ കിടന്ന് വ്യഭിചരിച്ചിട്ട് കൊതിരീരാണ്. കടലിൽ കിടന്ന് വ്യഭിചരിച്ച ആളാണ് ഫിറൗൻ. ആരാ ഫിറൗൻ? ആരാ ഫിറൗൻ? കരയിലിരുന്ന് വ്യഭിചരിച്ചിട്ട് കൊതിരീരാഞ്ഞിട്ട് കടലിൽ കിടന്ന് വ്യഭിചരിച്ച, ഒരേ സമയത്ത് 80 സ്ത്രീകളുമായിട്ട് വ്യഭിചരിച്ച ആളാ ഫിറൗൻ. ആ ഫിറൗൻ ഈജിപ്തിലെ മ്യൂസിയത്തില് മരന്ന് കിടക്കുന്നുണ്ട്. പുറകെ വരുന്ന ഫറോവമാർക്ക് പഠിക്കാൻ വേണ്ടി. ആരാ ഫിറൗൻ? കരയിലിരുന്ന് വ്യഭിചരിച്ചിട്ട് കൊതിരീരാണ്. കടലിൽ പോയി വ്യഭിചരിച്ച ആളാ. കടലില് എന്താ മച്ചന്മാരം ഉണ്ടായിരിക്കണേ? കടലിലെ വ്യഭിചാരം ആദ്യം പഠിപ്പിച്ച ആള് വർക്കലക്കാരെ ഉറക്കപ്പറ. കടലിലെ വ്യഭിചാരം ആദ്യം പഠിച്ച ആള് പാവനാശം ബീച്ച് നിങ്ങളുടെ തൊട്ടടുത്താണുള്ളത്. ഇന്ന് ടൂറിസത്തിന്റെ ഏറ്റവും വലിയ മാതൃക ഞാൻ പറയുന്നത് ഫിറൗനെ അല്ലാഹു പറയുന്നത്. ഫിറൗ ചത്തു എന്ന് വിചാരിച്ചിട്ട് ഇന്നും ഫിറൗമാരുണ്ട്. ഇന്ന് ടൂറിസത്തിലെ ഏറ്റവും വലിയ ബിസിനസ് സാധ്യത ഏതാ? ഹോട്ടലാണ് സാധാരണ. പക്ഷെ ഇപ്പോ ഫ്ലോട്ടിംഗ് ഹോട്ടൽ എന്ന് പറഞ്ഞാൽ കടലിന്റെ മുകളിൽ ഫ്ലോട്ട് ചെയ്യുക ഹോട്ടൽ. അവിടെയാണ് ടൂറിസത്തിന്റെ പേരിൽ ലണ്ടനിൽ നിന്ന് വരുന്ന അരക്കയ്ക്ക് പോട്ട് വസ്ത്രമില്ലാത്ത മദാമയ്ക്ക് സായിപ്പിനും കേരളത്തിന്റെ ചൂടും കിട്ടുന്നത് വെള്ളത്തിന്റെ മുകളിൽ ഫ്ലോട്ട് ചെയ്ത ഹോട്ടലിന്റെ മുകളിലാണ് ഇന്ന് ഏറ്റവും വലിയ വ്യഭിചാരം നടക്കുന്നതെങ്കിൽ ലോകത്താദ്യമായി കടലിൽ വ്യഭിചരിച്ച ആളാണ് ഫിറൗൻ. എന്താ മനുഷ്യന്മാരെ കരുതിയത്? നമ്മൾ പഠിക്കാൻ ഒത്തിരിയുണ്ട്. പുതിയ സാഹചര്യങ്ങളെ വെച്ച് വിലയിരുത്തേണ്ടതുണ്ട്. ഇന്ന് വർക്കല ഹോട്ടലില്ലല്ലോ ഉണ്ട്, അല്ലെ? പാവനാശത്തിന്റെ ഇൻഷാ അല്ലാഹ് പേടിക്കണ്ട, ഇൻഷാ അല്ലാഹ് വരും ഉടനെ. കൊച്ചിയിലുണ്ട്, എറണാകുളത്ത് മറൈൻ ഡ്രൈവിലുണ്ട്. പൊന്ന് സഹോദരങ്ങളെ, ആ ഫറോവയുടെ അതേ സംസ്കാരം ലോകത്തോട്ട് കടന്നു വന്നു. ഞാൻ പറയുന്നത് വെറുതെ അല്ല. ഈ ഭൂമി തീരാറായി. കുടിവെള്ളം നഷ്ടപ്പെട്ടു പോയതെങ്ങനെയാ? അള്ളാഹുവിന്റെ പ്രവാചകനോട് ഒരു ദിവസം ചോദിച്ചു, നബിയെ, അള്ളാഹുവിന്റെ റസൂൽ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ലോകത്തിന്റെ മുഴുവന് പൂരണമില്ലാത്ത സമസ്യകൾക്ക് സ്വന്തം നാവ് കൊണ്ട് പൂരണം കൊടുത്ത, ലോകത്തിന്റെ ആത്മീയതയുടെ വഴിത്താളയിൽ അത്യുന്നതമായ സോപാനങ്ങളിലേക്ക് കാഠാളന്മാരെ പിടിച്ചുകൊണ്ടുപോയ, ലോകത്തിന് വെളിച്ചം നൽകിയ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. कभी ये बुलंदी है कूहे सफा है, कभी ये तजल्ली तारे गिरा है, कभी ये बुलंदी है कूहे सफा है, कभी ये तजल्ली तारे गिरा है.
ആ വെളിച്ചം ചിലപ്പോൾ സഫാമലയുടെ മുകളിൽ, ആ വെളിച്ചം ചിലപ്പോൾ ഹിറാ ഗുഹയിൽ, ആ വെളിച്ചം ചിലപ്പോൾ മസ്ജിദുൻ നബവിയുടെ ഈത്തപ്പന മരത്തിന്റെ ചുവട്ട്, ആ വെളിച്ചം ചിലപ്പോൾ ആയിഷാ ബീവിയുടെ മടിയിൽ, ചിലപ്പോൾ ഫാത്തിമയുടെ കയ്യിൽ. ആ വെളിച്ചം മുഴുവൻ ലോകത്തിന്റെ വെളിച്ചമാക്കി തന്ന എന്റെയും നിങ്ങളുടെയും നേതാവ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അള്ളാന്റെ റസൂല് ലോകാവസാനത്തിന്റെ അടയാളം പറയുമ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞ് ലോകം അവസാനിക്കുന്നതിന് മുമ്പ്, സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നതിന് മുമ്പ്, തൗബയുടെ വാതിൽ അടയുന്നതിന് മുമ്പ്, ദജ്ജാൽ വരുന്നതിന് മുമ്പ്, ഇമാം മഹ്ദി വരുന്നതിന് മുമ്പ്, ഈസാ നബി ഇറങ്ങുന്നതിന് മുമ്പ്, ലോകാവസാനത്തിന്റെ അടയാളം പറയുമ്പോ അള്ളാഹു മഴയുടെ 1/3 ഭാഗം അള്ളാഹു പിടിച്ചു നിർത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കേക്ക് ചെറുപ്പക്കാരെ, എന്തേ പടച്ചറപ്പിനെ മനസ്സിലാകുന്നില്ല? അള്ളാഹു പറയുകയാണ്, റസൂലുള്ള പറയുകയാണ്, 1/3 ഭാഗം അള്ളാഹു തടഞ്ഞു വെക്കും. ഇന്ത്യ രാജ്യത്തിന്റെ ലോകസഭാ മന്ദിരത്തിൽ വെച്ചിട്ട് കൃഷിമന്ത്രി ശരത് പവാർ പറഞ്ഞു, ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളെയും വരൾച്ച ബാധിത പ്രദേശമായിട്ട് പ്രഖ്യാപിക്കുകയാ. ഗവൺമെന്റ് സംസ്ഥാനത്ത് വരൾച്ച ബാധിത പ്രദേശമായിട്ട് പ്രഖ്യാപിക്കുന്നത് മഴയുടെ 25% കുറഞ്ഞു പോകുമ്പോഴാ. ശരത് പവാർ പാർലമെന്റിൽ വെച്ച് പറഞ്ഞതെന്താ? വരൾച്ച ബാധിത പ്രദേശമെന്നല്ല, ലോകം അവസാനിക്കാൻ പോവുകയാണ്. ശരത് പവാർ പറഞ്ഞതിന്റെ അർത്ഥം അതാണ്, ഖിയാമത്ത് നാളെ വരാൻ പോവുകയാണ്. സഹാബത്ത് ചോദിച്ചു, നബിയെ എപ്പോഴാണ് നബിയെ മഴയുടെ 1/3 ഭാഗം അള്ളാഹു പിടിച്ചു നിൽക്കുന്നത് എപ്പോഴാണ് നബിയെ? മഴ അള്ളാഹുവിന്റെ റഹ്മത്തല്ലയോ? പടച്ചിറപ്പ് തന്ന നിധിയല്ലയോ മഴ? മടച്ചിറപ്പ് തന്ന അക്ഷയക്കനിയല്ലയോ ജലത്തുള്ളി? എപ്പോഴാണ് റബ്ബത് വേണ്ടാന്ന് വെക്കുക? തന്റെ അടിമകൾക്ക് അവൻ നിർബാധം കൊടുക്കുന്ന മഴത്തുള്ളി, ജലത്തുള്ളി ഈ മനുഷ്യനെ കുടിക്കുന്നുണ്ട്. പടച്ചിറപ്പ് തീരുമാനിക്കുന്നത് എപ്പോഴാണ് നബിയെ? അള്ളാന്റെ റസൂലിന്റെ മറുപടി എന്തെന്നറിയോ? ഇതാ കെസുറൽ ഖബ്സു, ഇതാ കെസുറൽ ഖബ്സു. അശ്ലീലത വർദ്ധിച്ചു കഴിയുമ്പോ വ്യഭിചാരം വർദ്ധിക്കുമെന്നല്ല, ശ്രദ്ധിച്ചു കേക്ക്. ഇതാ കെസുറൽ ഖബ്സു, അശ്ലീലത വർദ്ധിച്ചു കഴിയുമ്പോ, വ്യഭിചാരം വർദ്ധിക്കുമ്പോഴെന്നല്ല, വ്യഭിചാരത്തിന്റെ ശൈലി മാറി. അശ്ലീലത എന്ന് പറഞ്ഞാൽ കേട്ടാൽ അറയ്ക്കുന്ന പ്രവൃത്തി നമ്മൾ കേൾക്കുമ്പോ, കേട്ടാൽ അറയ്ക്കുന്ന പ്രവൃത്തി നമ്മൾ കേൾക്കുമ്പോ വ്യഭിചാരം മാറി. സഹോദരങ്ങളെ, തിരുവനന്തപുരത്താണ് തൊട്ടടുത്ത വീട്ടിൽ ഇലക്ട്രിക് വർക്ക് ചെയ്യാൻ വേണ്ടി വന്ന 40 വയസ്സുകാരന് പെണ്ണ് കുളിക്കുന്ന കുളിമുറിയിൽ ക്യാമറ വെച്ചത്. വൈഫി തരംഗത്തിലൂടെ അടുത്ത വീട്ടിലെ അയൽവക്കത്തെ പെണ്ണിന്റെ നന്ദട സ്വന്തം കിടപ്പ് മുറിയിൽ 8 മാസം ലൈവായിട്ട് കണ്ടുകൊണ്ട് നിന്നു. അയൽവക്കക്കാരന്റെ കേളിയിരങ്ങൻ തിരുവനന്തപുരം ജില്ലയിലാ. സഹോദരങ്ങളെ, ശൈലി മാറി. ഒരു കാലഘട്ടത്തിൽ സെക്സ് വാസികളിൽ പെണ്ണിന്റെ നഗ്നത കണ്ടു. അത് മടുത്തപ്പോ പിന്നെ ഗൾഫിൽ നിന്ന് വരുന്ന VCRന്റെ കാസറ്റായി വള്ളി കാസറ്റ്. കുറെ കണ്ടു കഴിഞ്ഞപ്പോ വള്ളി പൊട്ടാൻ തുടങ്ങി. പിന്നെ എപ്പോഴും കാണാൻ വേണ്ടി വള്ളിയില്ലാത്ത CD ആയി. അത് കണ്ട് മടുത്തപ്പോ അവസാന CD-യിൽ സ്ക്രാച്ച് വന്നപ്പോ പിന്നെ സ്ക്രാച്ച് വരാത്ത സാധനമായി. ഈ നഖത്തിന്റെ 4-1 വലിപ്പമില്ലാത്ത മെമ്മറി കാർഡിൽ ലോകത്തിലെ ഏത് പെണ്ണിന്റെയും നഗ്നത ആസ്വദിക്കാൻ മനുഷ്യൻ തീരുമാനിച്ചപ്പോ, എല്ലാം കണ്ടുമടുത്തപ്പോ അടുത്ത വീട്ടിലെ പെണ്ണിന്റെ കുളിമുറി രംഗങ്ങൾ ലൈവായിട്ട് കണ്ടാല് മതി വരൂ എന്ന അവസ്ഥയിലേക്ക് മനുഷ്യൻ മാറിയപ്പോ, കേട്ടാൽ ഇറക്കുന്ന വാർത്തകൾ നിങ്ങൾ വായിക്കാൻ തുടങ്ങിയാൽ പിന്നെ മഴ പെയ്യുകയില്ല, പിന്നെ മഴ പെയ്യുകയില്ല, പിന്നെ മഴ പെയ്യുകയില്ല. കേട്ടാൽ ഇറക്കില്ലേ സഹോദരങ്ങളെ? മിനിങ്ങാന്ന് കേരളം കേട്ട വാർത്ത ഏതാ? വയനാട് ജില്ലയിലെ പനമരത്തിൽ 2 മക്കൾ കൂടി, ഒരാണും ഒരു പെണ്ണും കൂടി അമ്മയെ കൊന്ന് കുടിച്ചു മൂടി. എന്തിനെന്നറിയോ? താൻ നൊന്ത് പ്രസവിച്ച ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ കിടപ്പറയിൽ അവിഹിത ബന്ധം കണ്ടപ്പോ അത് മലക്കിയ അമ്മയെ ആണും പെണ്ണും കൂടി സഹോദരനും സഹോദരിയും തമ്മിൽ ശാരീരിക ബന്ധം പുലർത്തിയപ്പോ അരുതെന്ന് പറഞ്ഞ അമ്മയെ രാത്രിയിൽ വിഷം കൊടുത്തു കൊല്ലുന്ന പിശാചുക്കൾ പാർക്കുന്ന വേതാള നഗരം പോലെ ഈ ഭൂമി അലപ്പതിച്ചു പോകുമ്പോ അന്ന് മഴയുടെ 1/3 ഭാഗം അല്ലാഹു പിടിച്ചു വെക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ചിന്തിക്കു മനുഷ്യ, ലോകാവസാനം അടുത്തു കഴിഞ്ഞു. അള്ളാഹു മഴയെ പിടിച്ചു നിർത്തും. മഴ പെയ്യാത്തതിന്റെ കാരണം എന്താ? മഴ പെയ്യാത്തതിന്റെ കാരണം എന്താ? എന്റെ പൊന്നു സഹോദരങ്ങളെ,
മറുഭാഗത്ത് വ്യഭിചാരത്തിന്റെ ചൂര്, ഇപ്പുറത്തെ ഭാഗത്ത് പണച്ചറപ്പവന്റെ അനുഗ്രഹം കനിയുകയില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. മഴ പെയ്യാത്തതിന്റെ കാരണം നമ്മൾ തന്നെ. മഴ പെയ്യാത്തതിന്റെ കാരണം മനുഷ്യന്റെ പ്രവർത്തനത്തിന്റെ വൈകല്യം ഉണ്ടാകുമ്പോ, അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ദുനിയാവ് മുങ്ങിച്ചാവാൻ പോകുന്ന കപ്പലാണ്. ആ കപ്പലിലെ പിടുത്തം വിട്ടിട്ട് ഇന്നലില്ലാഹി ഇബാദന ഫൂതനാ തല്ലകു ദുനിയാ വഖാഫുൽ ഫീതനാ നളറു ഫീഹാ ഫലമ്മാ അലിമൂ അന്നഹാ ലൈസത് ലിഹയ്യിൻ വതനാ. ഈ ദുനിയാവില്, നിങ്ങൾ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ദുനിയാവില്, സ്വന്തം ഭാര്യയുടെ മറ്റൊരുത്തന്റെ കിടപ്പറയിൽ കൊടുത്തിട്ട് ആസ്വദിക്കാൻ കഴിയുന്ന ദുനിയാവില്, ഈ ദുനിയാവ് മുങ്ങിച്ചാവാൻ പോകുന്ന കപ്പലാണ്. അതിനെ കെട്ടിപ്പിടിച്ച് കിടക്കരുത്. ആഖിറത്തെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയണമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എടാ, നിന്നേക്കാളും വലിയവനെ അല്ലാഹു നശിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ചിന്ത എന്താ? ഓ, ഞാനാരാ, എനിക്ക് കൊണ്ടുപോയി കാർഡങ്ങൾ ATM-ലിട്ട പച്ചനോട്ട് വരും, എനിക്ക് പിന്നെ അള്ളാഹും വേണ്ട റസൂലും വേണ്ട, കിട്ടണത് കൊണ്ട് ജീവിക്കുക. ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങളെ തിങ്ങിപ്പാർക്കുന്ന നാടല്ലേ നടയറ. ഈ ഭാഗത്തൊരു വലത് വെച്ചാ ഇത്രയും പേരാണോ ഈ സദസ്സിൽ കൂടേണ്ടിയുള്ളത്? എന്ത് എന്നെ തുറച്ചു നോക്കണം? എന്തിന് എന്നെ പേടിപ്പിച്ചിട്ട് കാര്യമില്ല. ഞാൻ ഉള്ളതല്ലേ? ആണോ? മുസ്ലിമീങ്ങളെ തിങ്ങിപ്പാർക്കുന്നൊരു നാടല്ലേ ഇത്? ഇത്രയൊക്കെ മുമ്പിൽ വന്നിട്ട് മനുഷ്യൻ പഠിച്ചിട്ടില്ല. പക്ഷേ പൊന്നുമോനെ, തുഅമ്മലു ഫിദ്ദുനിയാ തവീലൻ വലാ തദ്രി ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി. എന്താ മോനെ, ഇന്ന് രാത്രി വയത് കേട്ടിട്ട് നാളെ രാവിലെ നിന്റെ വീട്ടിൽ പോയി എത്തുമെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? അള്ളാഹ് ചോദിക്കുക, എടാ സമൂദിനെ തകർത്തത്, ആകാശത്തിൽ ഇടിമുഴങ്ങി, ഒരു പരിധിക്കപ്പുറത്തേക്ക് ശബ്ദതരംഗം ഒരു മനുഷ്യന് സഹിക്കാൻ പറ്റൂല. പാറക്കെട്ടിന്റെ ഉള്ളിലുള്ള വീട്ടില് ഹാർട്ട് അറ്റാക്ക് വന്ന് ചത്തുപോയി. ഹാർട്ട് അറ്റാക്ക് വന്ന് ചത്തുപോയി. എന്റെ ഹാർട്ട് അറ്റാക്ക് ഇപ്പൊ ലോകത്ത് കൂടുതലല്ലേ? നിക്കണ സമയത്ത് എനിക്കിപ്പോ ഇന്ന് ഉച്ചയ്ക്ക് രാവിലെ മുതൽ നെഞ്ചിന് ഭയങ്കര ഏരിയല്. എന്റെ ഭാര്യ പറഞ്ഞു, നാളെ തന്നെ ഹാർട്ട് ചെക്ക് ചെയ്യണോ? പേടിയാ എനിക്ക്. ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ഭയങ്കര എരിച്ചിൽ ശരീരം. എരിച്ചിൽ വന്നാൽ പിന്നീടാണ് ഹാർട്ടിന് പ്രശ്നം പറഞ്ഞാ പറയണത്. അല്ലാഹു അലം. ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ട് മോനെ. ഹാർട്ട് അറ്റാക്ക് കൂടുതലാ. പക്ഷെ അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിന് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ട്. പാറ മനുഷ്യന്മാരെ ഈ ഇല്ലന്റെ മോളിൽ സ്റ്റാമ്പ് പൊട്ടിച്ച മരുന്ന് എന്തിന് ഇരിപ്പായിരിക്കണത്? എന്റെ പൊന്നുമക്കളെ, അള്ളാന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ടാ? ഇല്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. ഉണ്ട്. നിങ്ങളെ കൊണ്ടില്ല എന്ന് പറയിപ്പിക്കാൻ ഇങ്ങനെ പറഞ്ഞാലേ കൽപ്പിക്കുള്ളൂ. അല്ലേ ആസിഫുദ്ദീൻ? നിങ്ങൾ എന്തായാലും അവർക്ക് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് വന്ന മാതിരിയല്ല. നമ്മൾ ഇമാതിരി കഴിപ്പല്ലേ കഴിക്കണം. ഇനിയിപ്പോ റമദാൻ വന്നു, നിയന്ത്രണം വല്ലതും ഉണ്ട്? എവിടെന്ന് 11 മാസം കഴിക്കാത്ത റമദാൻ കഴിക്കും. നമുക്കിപ്പോ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുമെന്ന് അറിയാം, നാളെ മരിക്കും. നമുക്കൊരു നിസ്സംഗതയാണ്. പണ്ട് കുട്ടി പറഞ്ഞതുപോലെ എന്ത് വന്നാലും ഒരു നിസ്സംഗത. വാപ്പ മരിച്ചപ്പം വലിയ വിഷമമായിരുന്നു, ഇപ്പൊ ഉമ്മ മരിച്ചപ്പോ ആ വിഷമം അങ്ങോട്ട് മാറി എന്ന് മോൻ പറഞ്ഞ മാതിരിയാ നമ്മുടെ അവസ്ഥ. വാപ്പ മരിച്ചപ്പോഴേ എന്റെ കൽവിൽ ഭയങ്കര വിഷമമായിരുന്നു, സഹിക്കാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ ഉമ്മായും കൂടെ മരിച്ചപ്പോ എന്ത് ചെയ്തു? ആ വിഷമം മാറി. അതെന്താടാ? അല്ല, വാപ്പ ഒരു തുള്ളി വെള്ളം കിട്ടാതെ തൊണ്ട പൊട്ടിയാ മരിച്ചത്. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. പക്ഷെ ഇപ്പൊ ഉമ്മ പുഴയിൽ വീണാ മരിച്ചത്, പരമാവധി കുടിച്ചിട്ടാ മരിച്ചത്. നമുക്കൊരുമാതിരി നിസ്സംഗതയാ. അള്ളാന്റെ റസൂലിന്റെ സഹാബത്തിന് ഹാർട്ട് അറ്റാക്ക് വന്നു. എപ്പോ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധമായ ഖുർആന്റെ ആയത്തോടുകയാ. സഹാബത്ത് മുഴുവനും മസ്ജിദ് നബവിയിൽ കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ പള്ളിയുടെ അവസ്ഥയാ പറയുക. ആ പള്ളിയിലെ റസൂലുള്ളാഹി ഖുർആന്റെ ആയത്തോടി യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. ഓ മനുഷ്യരെ, നാളെ കത്തിക്കാളുന്ന നരകത്തിൽ നിന്ന് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണേ. നാളെ കത്തിക്കാളുന്ന നരകത്തിൽ നിന്ന് ഭാര്യ മക്കളെയും മാതാപിതാക്കളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ കാത്തു സൂക്ഷിക്കണേ. നാളെ നരകത്തിന് അല്ലാഹു തീ കത്തിക്കാൻ ഉപയോഗിക്കുമ്പോ ആ സമയത്തോടെ മനുഷ്യരുടെയും തലമുടിയിൽ തീ കൊളുത്തിയിട്ട് അല്ലാഹു നരകത്തിന്റെ അടുപ്പിലേക്ക് വിറകുകൊണ്ട് തള്ളിക്കയറ്റുന്നത് പോലെ മനുഷ്യരെ തീ വെച്ചിട്ട് നരകത്തിലോട്ട് തള്ളിക്കയറ്റുമെന്ന് ആയത്തിറങ്ങിയപ്പോ ആ ആയത്ത് കേൾക്കേണ്ട താമസം നാളെ നരകത്തിന്റെ ഭയാനകത പറയുന്ന ആയത്തിറങ്ങിയപ്പോ ആ സമയത്തൊരു സഹാബി ബോധം കെട്ട് താഴെ വീണു. ഹാർട്ട് അറ്റാക്ക് വന്ന് ബോധം കെട്ട് താഴെ വീണു. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓടിച്ചെന്ന സഹാബി തറയിൽ കിടന്ന് പിടയുകയാണ്. തന്റെ റിസാലത്തിന്റെ കൈയെടുത്ത് ആ സഹാബിയുടെ നെഞ്ചിലേക്ക് എടുത്ത് വെച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ സഹാബി സഹാബി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണേ. അല്ലാഹുവിന്റെ റസൂലിന്റെ റിസാലത്തിന്റെ കയ്യിൽ തന്റെ വിരൽ ചേർത്ത് പിടിച്ചിട്ട് ആ സഹാബി പറഞ്ഞു നബിയേ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് പറയേണ്ട താമസം അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ കെട്ടിപ്പിടിച്ചിട്ട് ആ സഹാബി ഹാർട്ട് അറ്റാക്ക് വന്ന് വഫാത്തായി. എപ്പോഴാ സഹോദരങ്ങളെ? ഭക്ഷണം അധികരിച്ചപ്പോഴല്ല, ആർഭാടം കുറഞ്ഞു പോയപ്പോഴല്ല, നരകത്തെ കുറിച്ചിറങ്ങി ആയത്തേട്ടപ്പോ ആ സമയത്ത് ബോധം കെട്ടി താഴെ വീണ് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചുപോയി ചെറുപ്പക്കാരനായ സഹാബി. ആർക്കാ ഓർമ്മയുള്ളത്? ആർക്കാ ഓർമ്മയുള്ളത്? തുഅമ്മലു ഫിദ്ദുനിയാ തവീലൻ വലാ തദ്രി ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി. അല്ലാഹു നമ്മുടെ മരണസമയം നന്നാക്കി തരട്ടെ. മുജ്രിമാവാതെ മുത്തക്കികളെ പോലെ ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പെട്ടെന്നൊരു ക്യാപ്സൂൾ പരുവത്തിൽ ഞാൻ പറയുക, ഇടയ്ക്ക് തമാശ പറയാൻ സമയമില്ല. ഇപ്പൊ ആളുകളൊക്കെ വന്നല്ല. അള്ളാഹു കേൾവി പ്രയോജനം ചെയ്യട്ടെ. അള്ളാഹു കേൾവി പ്രയോജനം ചെയ്യട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ ഉറക്കെ. അള്ളാഹു നമുക്ക് കേൾവി അള്ളാഹു പ്രയോജനം ചെയ്യട്ടെ. റസൂലുള്ളാഹിയുടെ പള്ളിയിൽ ആയത്തോതി വഅദ് പറഞ്ഞപ്പോ കേട്ട ആള് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു. അതാ പള്ളി. ഇന്ന് നമുക്ക് പള്ളി മത്സരത്തിന്റെ വേദിയായി. ഇന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയലായി. മിഹ്റാബിന്റെ കീഴിൽ ആയത്തോതി ലോകത്തിന്റെ പ്രഭാഷകൻ കേട്ടിട്ട് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു. നാളെ ഇന്ന് വഅദ് കഴിഞ്ഞിട്ട് വീട്ടിലെത്തുന്ന എന്താ ഉറപ്പുള്ളത്? എന്താ ഉറപ്പുള്ളത്? എന്താ ഉറപ്പുള്ളത്? സഹോദരങ്ങളെ, ഞാൻ ഈ പ്രഭാഷണം നടത്തുന്നതിന് മുമ്പ് ഈ മാസം മെയ് മാസം 6-ാം തീയതിയാണ് ഞാൻ ജോർദാനിൽ പോകുന്നത്. 4-ാം തീയതി മലപ്പുറം ജില്ലയിലെ ഈ റമദാന് മുമ്പുള്ള അവസാനത്തെ പ്രഭാഷണം മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണക്കടുത്ത് മാമ്പുഴയിൽ പ്രഭാഷണം നടത്തുകയാണ്. ആ സമയത്ത് മലപ്പുറം ജില്ലയിൽ അവസാനത്തെ പ്രഭാഷണം ഏതാണ്ട് 1.25 ലക്ഷത്തിലധികം ആളുകളെ തടിച്ചുകൂടിയ സദസ്സ്. ഒരാൾക്ക് പോലും ഇറങ്ങി നടക്കാൻ കഴിയുന്നില്ല. ആ സമയത്താണ് സഹോദരങ്ങളെ ഞാൻ വഅദ് പറഞ്ഞു ഈ സംഭവം ഓതിയിട്ട് തുഅമ്മലു ഫിദ്ദുനിയാ തവീലൻ വലാ തദ്രി ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി.
ഇന്ന് റമദാന് മുമ്പുള്ള അവസാനത്തെ വഴല. ഈ വഴല കേട്ടിട്ട് ആരാ വീട്ടിൽ തിരിച്ചു പോകുന്നതെന്ന് ആർക്കാ ഉറപ്പുള്ളത്? ഇന്ന് മയ്യത്തായിട്ടല്ലാതെ വീട്ടിലെത്തുമെന്ന് ആർക്കാ ഉറപ്പുള്ളത്? ഈ വഴല കേട്ട് ജനങ്ങൾ മുഴുവനും ഒന്നടങ്കം പൊട്ടിക്കരയുമ്പോ സംഘാടകർ ഓടി വന്നിട്ട് മൈക്കിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, ആംബുലൻസിന്റെ ഡ്രൈവറോട് എത്രയും പെട്ടെന്ന് വരാൻ പറയണം. ആംബുലൻസ് തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. ആ ഭാഗത്തെ വകുപ്പ് അങ്ങനെയാ. ആൾക്കൂട്ടം കൊണ്ട് വല്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് കുഴഞ്ഞു വീഴുന്നവരുണ്ട്. ആംബുലൻസ് തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. ബൈക്കിലൂടെ ഞാൻ വിളിച്ചു പറഞ്ഞു, ആംബുലൻസിന്റെ ഡ്രൈവർ എത്തണം. അയാൾക്ക് നടന്നു വരാ 10 മിനിറ്റ് എടുക്കേണ്ടി വന്നു. ഒരു മനുഷ്യൻ കുഴഞ്ഞു വീണു. അയാളെ താങ്ങിയെടുത്ത് ആംബുലൻസിലെടുത്തിട്ട് ആംബുലൻസ് ചീറിപ്പാഞ്ഞു. ഒരു 10 മിനിറ്റ് കഴിയുമ്പോ സംഘാടകർ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, വലുത് കേട്ട് കുഴഞ്ഞു വീണ ചെറുപ്പക്കാരൻ മരിച്ചുപോയി. 10 മിനിറ്റ് ഞാൻ മരണത്തെക്കുറിച്ച് വലുത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ മനുഷ്യൻ കുഴഞ്ഞു വീണ് മരിച്ചു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോ സ്ത്രീകളിരിക്കുന്ന ഭാഗത്തുകൂടി ആംബുലൻസ് ചീറിപ്പാഞ്ഞു പോയി. 10 മിനിറ്റ് കഴിഞ്ഞപ്പോ ആ ചെറുപ്പക്കാരൻ മരിച്ചെന്ന വാർത്ത കേൾക്കുമ്പോ ഒരു 10 മിനിറ്റ് കഴിയുമ്പോ ആ സമയത്ത് 2 പിഞ്ചു മക്കൾ സ്റ്റേജിന്റെ മുമ്പിൽ പൊട്ടിക്കരയുന്നുണ്ട്. ഉപ്പാന്റെ കൈ പിടിച്ചിട്ട് വലുത് കേൾക്കാൻ വന്നടാ, ഞങ്ങളുടെ ഉപ്പയെവിടെ, ഞങ്ങളുടെ ഉപ്പയെവിടെ? ഒരു 10-12 വയസ്സുള്ള 2 ആൺകുട്ടികൾ കിടന്ന് കരയുന്നുണ്ട്. ആ മക്കളെ പിടിച്ച് സ്റ്റേജിന്റെ മുമ്പിൽ എത്തിച്ചു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ വെള്ളപ്പേപ്പർ എഴുതി തന്നു, ഉസ്താദെ, കരിവാരക്കുണ്ട് സ്വദേശി മൊയ്തീൻ എന്ന മനുഷ്യനാണ് മരിച്ചത്. ഞാൻ മൈക്കിലൂടെ ഇത് വിളിച്ചു പറയേണ്ട താമസം. വലുത് കേൾക്കുന്ന പെണ്ണുങ്ങളുടെ ഇടയിൽ നിന്നൊരു സ്ത്രീ ബോധരഹിതയായി താഴെ വീണു. പിന്നീടാണ് അറിഞ്ഞത് ആരെന്നറിയോ? ആ മനുഷ്യന്റെ ഭാര്യയാണ് കേട്ടിട്ട് തളർന്നു വീണത്. സ്വന്തം ഭർത്താവിന്റെ കൈ പിടിച്ച് വലുത് കേൾക്കാൻ വേണ്ടി വന്ന ഭാര്യ അറിഞ്ഞില്ല. ആംബുലൻസ് ചീറിപ്പാഞ്ഞു പോകുമ്പോ ആ ചീറിപ്പാഞ്ഞു പോകുന്ന ആംബുലൻസ് തന്റെ ഭർത്താവ് കുഴഞ്ഞു വീണ് മരിച്ചു കിടക്കുന്നുണ്ടെന്ന് അടുത്തിരുന്ന് വലുത് കേട്ട ഭാര്യ പോലും അറിഞ്ഞില്ല. എന്തേ ചെറുപ്പക്കാരെ ചിന്തിക്കുന്നില്ല? എന്തേ കൽവിലോട്ട് കയറുന്നില്ല? ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചു പോകേണ്ടവരല്ലേ? എന്നെ കാത്തിരിക്കുന്ന എന്റെ മക്കളുടെ മുമ്പിലേക്ക് എന്നെ മയ്യത്താണ് കൊണ്ടുപോകുന്നതെങ്കിൽ എന്നെ കാത്തിരിക്കുന്ന എന്റെ പൊന്നുമക്കൾ എന്നെ മയ്യത്തിന് പിടിച്ചിട്ട് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുമ്പോ എന്റെ പൊന്നുമക്കളോട് എനിക്ക് പറയാൻ കഴിയണ്ടേ? എന്റെ ആ മക്കളോട് എനിക്കൊരു പെൺകുഞ്ഞ് പറഞ്ഞിട്ട് 20 ദിവസം തികഞ്ഞിട്ടില്ല. അവരോട് പറയണ്ടേ, എനിക്ക് മക്കളെ കരയണ്ടടാ, നിങ്ങളുടെ വാപ്പാക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഇനിയല്ലേ നിങ്ങളുടെ വാപ്പയ്ക്ക് സ്വർഗമുള്ളത്, ഇനിയല്ലേ നിങ്ങളുടെ വാപ്പയ്ക്ക് ഹൂറിലീങ്ങളുള്ളത്. എനിക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് പൊട്ടിക്കരയുന്ന മക്കളോട് പറയാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കഴിയേണ്ടതില്ലേ? അസ്രായീൽ വീട്ടിലേക്ക് വരില്ലേ? മലയാളത്തിന്റെ സാഹിത്യകാരൻ MT പറഞ്ഞതുപോലെ മഞ്ഞെന്ന നോവലിൽ MT പറയുന്നുണ്ട്, രംഗബോധമില്ലാത്ത കോമാളി ഒരു ദിവസം വീട്ടിൽ വരില്ലേ? MT മരണത്തിന് പറഞ്ഞ പര്യായ പദമാണ് രംഗബോധമില്ലാത്ത കോമാളി. ആ കോമാളിക്ക് വരേണ്ടത് എവിടെയാണെന്നറിയില്ല. ഭാര്യയും ഭർത്താവും അടുത്ത് കിടക്കുമ്പോ രംഗബോധമില്ലാത്ത കോമാളി വരും. എഴുന്നേൽക്കടാ, എഴുന്നേൽക്കടാ, എഴുന്നേൽക്കടാ. ഇവിടെയാണ് തമ്മാടികളും മുത്തക്കീങ്ങളും തമ്മിൽ വ്യത്യാസമുള്ളത്. അസ്രായീൽ വന്ന് റൂഹ് പിടിക്കുകയാണ്. അസ്രായീൽ വന്ന് റൂഹ് പിടിക്കുകയാണ്. ഒരു ദിവസം മരിക്കില്ലേ സഹോദരങ്ങളെ? ഫറോവ എവിടെ? ഹാമാൻ എവിടെ? കാറൂൻ എവിടെ? എന്റെ പൊന്നു സഹോദരിമാരെ, ബേനസീർ എവിടെ? എവിടെ ബേനസീർ എവിടെ? ആരാ ബേനസീർ? 10 ദിവസം കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ അധികാരം ബേനസീറിന്റെ കയ്യിലാണെന്ന് പത്രങ്ങൾ എഴുതിയതല്ലേ? റാവൽപിണ്ടിയിലെ പൊതുതെരഞ്ഞെടുപ്പ് യോഗത്തിൽ പ്രസംഗിക്കാമെന്ന് ബേനസീർ. ആരാ ബേനസീർ? ദ ബ്യൂട്ടി ഓഫ് ഈസ്റ്റ്, കിഴക്കിന്റെ സുന്ദരി. പത്രമാധ്യമങ്ങൾ ഇത്രത്തോളം പാടിപ്പുകത്തിന് സൗന്ദര്യമുള്ള പെണ്ണില്ല. കിഴക്കിന്റെ സുന്ദരിയാണ് ബേനസീർ. 6:45 റാവൽപിണ്ടിയിലെ പൊതുയോഗത്തില് ബോംബ് സ്ഫോടനത്തിന് ബേനസീർ ചിതറിത്തെറിച്ചില്ലേ? 65 കഷണങ്ങളായി. മരിക്കുന്നതിന് 3 മിനിറ്റ് മുമ്പ് ബേനസീർ ബുള്ളറ്റ് പ്രൂഫ് കാറിലിരുന്ന് പ്രൈവറ്റ് സെക്രട്ടറിയുടെ കയ്യിൽ നിന്ന് ബ്യൂട്ടി കിറ്റ് വാങ്ങിച്ചിട്ട് സ്വന്തം ചുണ്ടിൽ ലിപ്സ്റ്റിക് തേക്കുന്ന ബേനസീറിന്റെ ചിത്രം BBC പിന്നീട് പുറത്തുവിട്ടു. എന്തേ മനുഷ്യ, എന്തേ പെങ്ങളെ, ചുണ്ടിൽ ലിപ്സ്റ്റിക് തേച്ചപ്പോ ബേനസീർ അറിഞ്ഞില്ലല്ലോ 3 മിനിറ്റ് കഴിഞ്ഞാൽ ഈ ചുണ്ട് പല കഷണങ്ങളായിട്ട് ചിതറിത്തെറിക്കുമെന്ന്. അസ്രായീൽ വരില്ലേ? അസ്രായീൽ വരില്ലേ? അസ്രായീൽ വരില്ലേ? കുതിരപ്പുറത്ത് സവാരി ചെയ്തവരല്ലേ? ശവമഞ്ചയാത്രയും ചെയ്തത് അത്ഭുതമല്ലേ?
സിംഹാസനത്തിനു ചുറ്റി നിന്നവരല്ലേ, പിടിമണ്ണ് വാരിയെറിഞ്ഞതത്ഭുതമല്ലേ. ഒരു തെമ്മാടി മരണത്തിന്റെ മുമ്പിലെത്തുമ്പോ ഞാൻ എന്റെ പ്രഭാഷണത്തിന്റെ കാതലായ ഭാഗം, അവൻ നിസ്കരിച്ചിട്ടില്ല, അവൻ നോമ്പ് പിടിച്ചിട്ടില്ല, അവൻ ബാങ്ക് വിളിക്കുമ്പോ പള്ളിയിൽ വന്നിട്ടില്ല, അവൻ മരണസമയത്ത് അസ്റായിലെ അടുക്കലേക്ക് വരുമ്പോ അള്ളാഹുവിന്റെ മലക്കുകളുടെ മുമ്പിൽ വെച്ച് അവൻ സക്കറാത്തിൽ കിടന്ന് തെമ്മാടികള് മുജ്രിമീങ്ങള് പെടയുമത്രേ. അള്ളാഹു പറയാണ് പെടയാ കാരണമെന്താ? അള്ളാഹുവിന്റെ മലക്കുകൾ അവന്റെ മുഖത്തും അവന്റെ വൃദ്ധഭാഗത്തും. സ്വന്തം വീട്ടിൽ മരണം നടക്കുമ്പോ മരിക്കാൻ കിടക്കുന്നതിന്റെ അവസ്ഥയായി പറയുക. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. മഴ പെയ്യുന്ന മഴ പെയ്യണ മഴ പെയ്യണമല്ലോ. ഇത് കേട്ടിട്ട് ആകാശം കരയുന്നതാണ് മഴ. ഈ വാത് കേട്ടിട്ട് ആകാശം കരയില്ലേ? ആകാശം കരയില്ലേ? ഞാൻ ഈ പറയുന്ന മുഴുവൻ ഖുർആനാണ്. ഫിറഔൻ മരിച്ചപ്പോ ആകാശവും കരഞ്ഞില്ല, ഭൂമിയും കരഞ്ഞില്ല. അപ്പൊ ആകാശവും ഭൂമിയും കരയും. ആകാശവും ഭൂമിയും കരയും. ഫിറഔൻ ചത്ത് കിടക്കണ കണ്ടപ്പോ ആകാശം കരഞ്ഞില്ല. അപ്പൊ നല്ലവര് മരിച്ച ആകാശം കരയും. അള്ളാഹു അങ്ങനെ കരയുന്നവരിൽ നമ്മളെ പെടുത്തട്ടെ. അതാ ഞാൻ പറഞ്ഞു, മുജ്രിമ മുത്തക്കി തെമ്മാടി മോനെ മരണ വീട്ടിൽ പോകുമ്പോ ഒരു കാഴ്ചയുണ്ട്. മരിക്കാമോ സക്കറാത്തിൽ കിടന്ന് പെടയുകയാ. ആ സമയത്ത് വാപ്പ മരിക്കാൻ നേരത്ത് മക്കൾ കിടന്ന് കരയാണ്. ഭാര്യ അരുമക്കീടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം ചെയ്യാതെന്ന് നീ കിടക്കുന്നേ. വാപ്പയെ വിളിക്കുന്നുണ്ട് മക്കള്, ഉപ്പാന്ന് വിളിക്കുന്നുണ്ട്. പക്ഷേ നിനക്ക് ഉത്തരം ചെയ്യാൻ പറ്റാതെ നീ മരന്ന് കിടക്കുകയാണ്. സക്കറാത്തിന് കിടന്ന് പെടയും തെമ്മാടികൾ. പെടയാനുള്ള കാരണം എന്താ? അള്ളാഹുവിന്റെ മലക്കുകൾ അവന്റെ മുഖത്തും അവന്റെ പൃഷ്ഠഭാഗത്തും മലക്കുകൾ ആഞ്ഞടിക്കും. തെമ്മാടി ഇത്രയ്ക്ക് മോശപ്പെട്ട് ജീവിച്ചല്ലേടാ, നീ അനുഭവിച്ചോടാന്ന് പറഞ്ഞ് മരണസമയത്ത് സ്വന്തം വീട്ടിൽ കണ്ടുകൊള്ളുക. മലക്കുകൾ അവന്റെ പൃഷ്ഠഭാഗത്തും അവന്റെ മുഖത്തും ആഞ്ഞടിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. മരിക്കാൻ പോണ ആള് അവൻ നിൽക്കാനൊന്നും ഉണ്ടാവില്ല, കിടന്നിട്ട് പെടയും. പെടയാൻ കാര്യമുണ്ടോ? ഖുർആൻ മലക്കുകൾ അടിക്കും അവന്റെ പൃഷ്ഠഭാഗത്തും അവന്റെ മുതുകത്തും. ആ സമയത്താണ് ആളുകളിൽ നിന്ന് കരയുന്നത്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി പറയുകയാണ്, ആ സമയത്ത് റൂഹ് പിടിക്കുന്ന അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുമത്രേ, മരിച്ചവന്റെ അടുത്ത് നിന്ന് കരയും. അസ്റായീൽ പറയും, എടാ ബുദ്ധിയില്ലാത്തവനെ, എന്തിനാടാ ഈ മരിച്ചു കിടക്കുന്നവന്റെ അടുക്കലിൽ നിന്ന് നീ കരയുന്നത്? എന്തിനാ? എടാ നിന്നോത്ത് നീ കരയ്, കാരണം ഏറ്റവും വലിയ ബുദ്ധിശൂന്യം നീയല്ലേ. മരിച്ചവനോത്തിട്ട് കരയുന്നത് എന്തിനാ? അവന്റെ ഒരു കടമ്പ കഴിഞ്ഞു കിടന്നല്ലോ, നിന്റെ ആ കടമ്പ പോലും കഴിഞ്ഞിട്ടില്ലല്ലോ. എന്തിനാ ഇവനോത്ത് കരയുന്നത്? എന്തിനാ? നീ നിന്നോത്ത് കരയാൻ അസ്റായീൽ വിളിച്ചു പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മരിച്ചു കിടക്കണവന്റെ അടുത്തിരുന്ന് കരയും. ഇവൻ പോയല്ലോ. അസ്റായീൽ പറയണ വിവരം കെട്ടവനെ, എടാ നീ എന്തിനാടാ ഇവനെ നോക്കിയിട്ട് കരയണത്? അവന്റെ ഒരു കടമ്പ കഴിഞ്ഞില്ലേ? അവന്റെ മരണമെന്ന് പറയുന്ന കടമ്പ കഴിഞ്ഞിട്ടില്ലേ? എടാ നിനക്കത് കഴിഞ്ഞിട്ടില്ലല്ലോ, നീ നിന്നെ ഓർത്ത് കരയടാ. മരണവീട്ടിലെ സംഭവം വലിയ എല്ലാം പറയാൻ സമയമില്ല. മരണവീട്ടിലെ സംഭവം വലിയ സംഭവ ബഹുലമാ. ഇതൊക്കെ കേൾക്കും, പക്ഷെ നമ്മുടെ ചെവിയിൽ കേൾക്കൂല. ഞാൻ എത്രയോ മരണ വീട്ടിൽ പോയിട്ടുണ്ട്, ഇതുവരെ അങ്ങനെ വിളിക്കാൻ ഞാൻ കേട്ടിട്ടില്ലല്ലോ. നമ്മുടെ ചിന്ത എന്താണെന്നറിയോ? കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലല്ലോ. എടാ മോനെ, അള്ളാഹുവിന്റെ ഒരു ശൈലി എന്താണെന്നറിയാവോ? നമ്മളെ കൺമുമ്പിൽ കിടക്കുന്ന പോലെ ചിലപ്പോ അള്ളാഹ് കാണിച്ചു തരൂല. പറഞ്ഞ മനസ്സിലാവണ്ട. നമ്മുടെ കൺമുമ്പിൽ കിടക്കുന്നത് പോലും അള്ളാഹ് ചിലപ്പോ നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ എന്ത് ചെയ്യില്ല, കാണിച്ചു തരൂല. ഏറ്റവും വലിയ തെളിവെന്താ? ഖുർആൻ. വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു അങ്ങാടിയുടെ തൊട്ടടുത്തല്ലേ 7 യുവാക്കൾ
വിളിച്ചാൽ വിളി കേൾക്കുന്ന സ്ഥലത്തൊരു അങ്ങാടിയുണ്ട്. അതിന്റെ തൊട്ടടുത്തല്ലേ 7 യുവാക്കൾ 309 വർഷം കിടന്നുറങ്ങിയത്. പക്ഷെ ആ നാട്ടുകാർ 309 വർഷം അവരെ കൺമുമ്പിൽ ഉണ്ടായിട്ട് പോലും കണ്ടിട്ടില്ല. ഖുർആൻ അസ്ഹാബുൽ കഹ്ഫ് തൊട്ടടുത്ത് അങ്ങാടിയുണ്ട്. വിളിച്ചാ വിളി കേൾക്കുന്ന സ്ഥലത്ത് അള്ളാഹുവിന്റെ ഔലിയാക്കളായ ചെറുപ്പക്കാർ 7 പേർ ഗുഹയിൽ കിടന്നുറങ്ങി. അവരുടെ നായ ഗുഹയുടെ വെളിയിലുണ്ട്. എന്താ നായ ഗുഹയുടെ വെളിയിലിരുത്താൻ കാരണം എന്താ? നമ്മൾ കഥയൊക്കെ കേട്ടിട്ടിരിക്കുക. ഈ നായ ഗുഹയുടെ വെളിയിലിരുത്താൻ കാരണം എന്താ? അവർക്ക് കാവല് വന്നതാണ് നായ. ആ നായ സ്വർഗത്തില്. ആ നായ ഗുഹയുടെ വെളിയിലിരുത്താൻ കാര്യം എന്താ? മോനെ നായ ഉള്ള സ്ഥലത്ത് അള്ളാഹുടെ റഹ്മത്തിന്റെ മലക്ക് വരൂല. അപ്പൊ ഈ നായ അകത്ത് ഇവരുടെ കൂടെ ഇരുന്ന റഹ്മത്തിന്റെ മലക്ക് വരൂല. 309 വർഷം ഇവർ ഉറങ്ങണമെങ്കിൽ റഹ്മത്തിന്റെ മലക്ക് വന്നേ പറ്റൂ. അതുകൊണ്ട് നായ വെളിയിലിരുത്തി. ഗുഹയുടെ വെളിയിൽ, മനസ്സിലായോ? ഗുഹയുടെ വെളിയിൽ നായയുണ്ട്. 7 പേര് ഗുഹയെ കിടന്നുറങ്ങുന്നുണ്ട്. ഇപ്പോഴും ജോർദാനിലെ മസ്ജിദ് അസ്ഹാബുൽ കഹ്ഫ് അള്ളാഹുടെ അനുഗ്രഹം കൊണ്ട് കഴിഞ്ഞ ഒരാഴ്ച ഫുള്ള് ഞാൻ കണ്ടു. ഞാൻ അവിടെ പോയി സിയാറത്ത് ചെയ്തു. ഞാൻ സിയാറത്തൊക്കെ ചെയ്യും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആദ്യം ഇമാം മുസൂരിയുടെ അടുത്ത് നിന്ന് തുടങ്ങി. ഫമാലി ഐനൈകൈൻ ഖുൽതക ഫഹാമക വമാലി ഖൽബികൈൻ ഖുൽതസ്തഫിക യഹിമി മൗലായ സല്ലി വസൽ അള്ളാഹു നമ്മളെ നല്ലവരാക്കി തരട്ടെ. ഞാൻ ഇതൊക്കെ ഓതും. ഞാൻ സുന്നിയാണെന്നുള്ളതിന് എനിക്ക് ഒരുത്തന്റെ സർട്ടിഫിക്കറ്റ് വേണ്ട, ഒരുത്തന്റെ വേണ്ട. എനിക്ക് ഈ കാണുന്നത് ഈ നിങ്ങൾ മാത്രം മതി, വേറെ ആരും വേണ്ട. ഇപ്പോഴത്തെ മീറ്ററുമായിട്ട് നടക്കുക. സുന്നിയാണോ, സുന്നത്തുണ്ടോ ഇല്ലേ, ആ മീറ്റർ അങ്ങോട്ട് വെച്ചാൽ മതി. അതാരാ നമുക്കറിയാം. അള്ളാഹു നമുക്ക് അതിനകത്ത് തരട്ടെ. എനിക്ക് ഒരുത്തന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. എന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങളാ. നിങ്ങളുടെ ദുആയും അതും മതി. അതിനപ്പുറത്തോട്ട് വേറൊന്നും വേണ്ട. അതങ്ങനെ പോയാൽ ചിലപ്പോൾ അള്ളാഹു നമുക്ക് ആഖിറ നഷ്ടപ്പെടുത്തി തരും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതൊന്നും പറയാൻ നമുക്ക് സമയമില്ല. നമുക്ക് അള്ളാഹിന്റെ വെളിച്ചമുണ്ടാകണം. ഈ ലോകം നശിക്കുകയാണ്. എന്റെ ലാഭം എന്താ? ഞാൻ പള്ളിയിൽ നിസ്കരിക്കാൻ നേരത്ത് ഇവിടത്തെ ഉള്ള അയാളുടെ മകനെ കൊണ്ടുവന്നു. നാസിമുദ്ദീൻ മൗലവി എന്റെ സുഹൃത്താണ്. ഗൾഫിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നു. അള്ളാഹു നല്ല ദീർഘായുസ് കൊടുക്കട്ടെ. നല്ലൊരു പണ്ഡിതനാണ്. ഉസ്താദിന്റെ വാത് കേട്ടിട്ട് എന്റെ മോന് ഹാഫിളാവണമെന്ന് ആഗ്രഹം ഉണ്ടായി. അതുപോലെ ഒരു കുട്ടി ഉസ്താദിന്റെ വാത്, 1000കണക്കിന് കുട്ടികൾ ഹാഫിളീങ്ങളായിട്ടുണ്ട്. അഹമ്മദ് കബീറിന്റെ വാത് കേട്ടിട്ട് അത് മതി. അതിന്റെ അപ്പുറത്തോട്ടൊന്നും വേണ്ട. അള്ളാഹു ആഖിറത്തിലെ പ്രതിഫലമാക്കി തരട്ടെ. ജോർദാനിലെ പള്ളിയിൽ മസ്ജിദ് അസ്ഹാബുൽ കഹ്ഫിന്റെ മുകൾ ഭാഗത്ത് ഇപ്പോഴും അവര് ജീവിക്കുന്നുണ്ട്. അവരാണെങ്കിലും അവര് കിടന്നെടുത്തുന്ന തൊട്ടടുത്താണ് അങ്ങാടി. എഴുന്നേറ്റപ്പോ പറഞ്ഞില്ലേ, അഹലക്കും വരിക്കും ഹാദിഹിലെ മദീന. ആ അങ്ങാടിയിൽ ഒരു കടയൊന്നുള്ള ചെറിയ മുക്കല്ല. നമ്മുടെ ഭാഷയെ പറഞ്ഞ എന്ത് മുക്ക്? നരിക്കല്ല് മുക്ക. അമ്മാതിരി മുക്കല്ല. അത് ആര് മുക്കിയതാണേലും ശരി. അവിടെ ഒരു കടയല്ല, പിന്നെ ഒത്തിരി കടയുണ്ട്. എങ്ങനെ? പല്ലെന്തോ അയ്യുഹ അസ്കാത്ത ആമ. ആ ഉള്ളെടുത്ത് പോയി ഏറ്റവും നല്ല ഭക്ഷണം മേടിച്ചോണ്ട് പോവാ. അപ്പൊ പല കടയിൽ കയറിയാലും ഏറ്റവും നല്ല കിട്ടുള്ളൂ. പല കടയിലും ഇപ്പൊ ചായക്കട പലതുണ്ടാവും. ആ നാട്ടിൽ ഏറ്റവും നല്ലൊരു ചായക്കട ഉണ്ടാവും, ഇല്ലേ? ഇപ്പൊ എല്ലാ കടയിലും മട്ടന്റെ കറിയുണ്ട്. പക്ഷെ ആരും കൂടെ സെന്ററിൽ പോയി മട്ടൻ കഴിക്കാൻ പോണവരില്ലേ? എന്താ? അപ്പൊ അസ്കാത്താമ അവിടെ കുറച്ച് രുചി കൂടും. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ അങ്ങാടി ധാരാളമുണ്ട്. പക്ഷേ യുവാക്കളെ കൺമുമ്പിൽ കാണിച്ചു കൊടുത്തില്ല. ആളുകൾ നടന്നു പോകുന്ന വഴിയിലല്ലേ 100 കണക്കിന് വർഷം ഒരു മനുഷ്യനും അദ്ദേഹത്തിന്റെ കരുതയും ഒരു കരുത തന്നെ ചത്തുകിടന്നത് ഉസൈർ നബി. പക്ഷേ നടന്നുപോയ ആളുകളെ കണ്ടില്ലല്ലോ. അതുകൊണ്ട് കണ്ണുകൊണ്ട് തൊട്ടടുത്ത് കാണുന്നത് പോലും അള്ളാഹു നമുക്ക് കാണിച്ചു തരില്ല. നാളെ തെമ്മാടികൾ മരണപ്പെടുമ്പോ മലക്കുകൾ അവന്റെ ചെവിട്ടിലും അവന്റെ പിട്ടത്തിലും ആഞ്ഞെടുക്കുമെന്ന് വിശുദ്ധ ഖുർആൻ.
അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പക്ഷെ ആ സമയത്താണ് മുഅ്മിനീങ്ങളാരാ ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وابشروا بالجنة التي كنتم توعدون. അള്ളാഹുവിനെ അനുസരിച്ച് ജീവിച്ച മുത്തഖീങ്ങളാണെങ്കിൽ സക്കറാത്തിന്റെ വേദനയിൽ കിടന്ന് പിടയുമ്പോ ആ സമയത്ത് ആകാശത്ത് നിന്ന് അള്ളാന്റെ മലക്കുകൾ വരും. അല്ലാ തഹാഫൂ പേടിക്കണ്ടടാ, വലാ തഹ്സനൂ ദുഃഖിക്കണ്ടടാ, വഅബ്ശിറൂ ബിൽ ജന്നാ സ്വർഗത്തിന്റെ ചിത്രം കാണിച്ചു തന്നിട്ട് ഈ സ്വർഗത്തിലേക്കല്ലേ വരാൻ പോകുന്നത്, പിന്നെന്തിനാ പ്രതിക്കുന്നതെന്ന് ചോദിക്കുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമ്മളെ അക്കൂട്ടത്തിൽ പെടുത്തട്ടെ. അള്ളാഹു നമ്മളെ അക്കൂട്ടത്തിൽ പെടുത്തട്ടെ. നമ്മുടെ മരണസമയത്ത് മുഅ്മിനാവണം, ജീവിതത്തിൽ മുത്തഖിയാവണം, മരിക്കുന്ന സമയത്ത് മുത്തഖിയാകണം. മുജ്രിമാവരുത്, തെമ്മാടിയാവരുത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ. മുത്തഖിയാവണം. മുത്തഖിക്കാണ് والمشركون غدا في النار يحترقون والمؤمنون بدار الخلد سكانا. അവൻ മരിക്കുമ്പോഴും സ്വർഗം കാണുന്നവനാ. ഭാര്യ കരയട്ടെ, മക്കള് കരയട്ടെ, ഉമ്മ കരയട്ടെ. ക്ഷമവിട്ട ഉമ്മയും പൊന്നുമകനെ എന്നെ കൈവിട്ടു പോയോ കാണലെന്നാ നിന്നെ. എന്റെ മയ്യത്ത് വീട്ടിൽ നിന്നെടുത്തു, എന്റെ ഉമ്മ കിടന്ന് കരയുന്നുണ്ട്. കൺമണിയെ പോവുകയാണോ? മണ്ണിന്റെ അടിയിലേക്ക് മണ്ണിട്ട് മൂടുകയാണോ? എന്റെ ഉമ്മ കരയുന്നുണ്ട്. ക്ഷമ വിട്ട ഉമ്മയും പൊന്നുമകനെ എന്നെ കൈവിട്ടു പോയോ കാണലെന്നാ നിന്നെ. വീട്ടിൽ നിന്ന് മയ്യത്ത് കെട്ടിലെടുത്തു, മരന്ന് കിടക്കുന്നുണ്ട് ഞാൻ. എന്റെ ഉമ്മ കരയുന്നുണ്ട്, എന്റെ മക്കള് വിളിക്കുന്നുണ്ട്, ഉപ്പാ പോവുകയാണോ? ആ സമയത്ത് സ്വന്തം വീടിന്റെ മുറ്റത്ത് നിന്ന് നമ്മുടെ മയ്യത്ത് കെട്ടിലിറങ്ങുമ്പോ അവിടെ കിടന്നിട്ട് വിളിച്ചു പറയാൻ കഴിയണം, മക്കളെ കരയണ്ടടാ. ഹശരമേ ഫിർമിരേ മേരേ ദോസ്തോ ബസ് ഗയി മക്കാം ആഖരി. മക്കളെ ഉപ്പ പോവുകയാണ്. ഹസിറമേ ഫിർമിരേങ്കെ ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് സ്വർഗത്തിൽ കാണാം, ഇനി നമുക്ക് പരലോകത്തിൽ വെച്ച് കാണാം എന്ന് പുറകിൽ അള്ളിപ്പിടിച്ച് പൊട്ടിക്കരയുന്ന പൊന്നുമക്കളോട് മരിച്ചിട്ട് പോകുമ്പോ പറയാൻ കഴിയുന്ന മുത്തക്കിയാവണം. ചെറുപ്പക്കാരാ, മുത്തക്കിയാവണം. ഉച്ചനഹനാക്കെ പകരേ ദിയേ കവൻ ഓ ചുക്കി ഹെ സബ് മിൽക്കർ മാം ബാപ്പ് ഭായി ബഹൻ. സാധാരണ ഞാൻ കുളിച്ചിട്ടാണ് വസ്ത്രം മാറുന്നത്. ഇന്ന് എന്നെ കുളിപ്പിക്കുന്നതിന് മുമ്പേ ഇവരെന്റെ വസ്ത്രം മാറ്റിക്കളഞ്ഞല്ലോ. സാധാരണ ഞാൻ കുളിച്ചിട്ടാണ് വസ്ത്രം മാറുന്നത്. ഒരു ദിവസം വരില്ലേ സഹോദരങ്ങളെ, ഒരു ദിവസം വരില്ലേ ആ സമയത്ത് സാധാരണ ഞാൻ കുളിച്ചിട്ടാണ് വസ്ത്രം മാറുന്നത്. ഇന്ന് എന്നെ കുളിപ്പിക്കുന്നതിന് മുമ്പേ ഇവരെന്റെ വസ്ത്രം മാറ്റി വെള്ളത്തുണി പൊതിഞ്ഞ് ഞാൻ പോവുകയാണ്. ആറടി മണ്ണിലേക്ക്. കബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടനുമാ വിട്ടു നീ കരേണ്ടതാ എന്ന് നമ്മളെ പാടിത്തന്നിട്ട് കരയിപ്പിച്ച മനുഷ്യനും മണ്ണിന്റെ അടിയിലായി. തനവാസ്താട് നവ്വറല്ലാഹു മർക്കദ. ആ മനുഷ്യനെ കാഫറാക്കിയാണല്ലോ. ആ മനുഷ്യനെയും അയാൾ പുറത്താക്കിയ ആളുകൾ അള്ളാഹു അവരൊക്കെ കൽബ് നന്നാക്കി കൊടുക്കട്ടെ. മനുഷ്യനാരാ? മരിക്കുന്ന നേരത്ത് പൊതിയാനുള്ള കഫൻ തുണി ചേർത്ത് വെച്ചിട്ട് കബറ് പിടിച്ചിട്ട് കാത്തിരുന്ന മഹാനാണ് തനവാ ഉസ്താദ്. മഹാമാരാരാ വെറുതെ അവനവനെ കൊണ്ട് തക്ബീർ വിളിച്ചിട്ട് മഹാനാകലല്ല.
മലപ്പുറം ജില്ലയിൽ ഒരു മഹാനായ മനുഷ്യനുണ്ട്. സ്വന്തം കൈകൊണ്ട് കബറ് കുഴിച്ചിട്ട് എല്ലാ ദിവസവും കിടക്കുന്നതിന് മുമ്പേ ആ കബറിന്റെ അടുക്കൽ പോയിട്ട് ദുആ ചെയ്യും. എന്തെന്നറിയോ? അല്ലാഹുവേ, ഞാൻ വന്ന് കിടക്കേണ്ട സ്വന്തം കബറ് സ്വന്തം കൈകൊണ്ട് കുഴിച്ചു. എന്നിട്ട് ഉറങ്ങുന്നതിന് മുമ്പേ സർവ്വ ദിവസവും ആ കബറിന്റെ അടുക്കൽ വെച്ച് ദുആ ചെയ്യും. അല്ലാഹുവേ, നാളെ ഞാൻ വന്നിട്ട് കിടക്കേണ്ട കബറാണിത്. എന്റെ കബർ നീ എനിക്ക് വിശാലമാക്കി തരണേ അല്ലാ. മരിച്ചിട്ട് മറ്റുള്ളവന് വേണ്ടിയുള്ള ദുആയല്ല, ജീവിച്ചിരിക്കുന്ന സമയത്ത് സ്വന്തം കൈകൊണ്ട് കബറ് കുടിച്ചിട്ട് എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുമ്പേ ആ കബറിന്റെ അടുക്കൽ വെച്ച് ദുആ ചെയ്ത മനുഷ്യൻ ജീവിച്ചിട്ടുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പല്ല, 10 വർഷങ്ങൾക്ക് മുമ്പ് മലപ്പുറം ജില്ലയിൽ ജീവിച്ചിരുന്നിട്ടുണ്ട്. ഇവരാണ് മഹാന്മാർ, ഇവരാണ് മഹാന്മാർ. അല്ലാഹു നല്ല ബോധം തരട്ടെ. ഈ ഇച്ചിരി സമയം കിട്ടുമ്പോ ഇതല്ലാതെ നിങ്ങളോട് ഞാൻ എന്താ പറയുന്നത്? കൽബ് നന്നാക്കി തരട്ടെ, കൽബ് നന്നാക്കി തരട്ടെ. അല്ലാഹു കൽബ് നന്നാക്കി തരട്ടെ, അല്ലാഹു കൽബ് നന്നാക്കി തരട്ടെ. ആ സമയത്ത് മയ്യത്ത് കെട്ടില് നടറയില് റോഡിലൂടെ പോകുമ്പോ അതിന്റെ പുറകിൽ നിന്നിട്ട് ആളുകൾ പറയും, ഇവൻ എത്രയോ നല്ലവനായിരുന്നു, ഇവൻ ബാങ്ക് വിളിച്ചപ്പോ പള്ളിയിൽ വന്നവനായിരുന്നു, ഇവള് തലമറച്ചിട്ട് നടന്ന പെണ്ണായിരുന്നു. റസൂലുള്ള പറഞ്ഞു, നിന്റെ നാട്ടുകാര് നീ മരിച്ചു കഴിഞ്ഞാൽ നിന്റെ നാട്ടുകാര് നിന്നെക്കുറിച്ച് എന്ത് പറയുന്നു? അതാണ് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നെക്കുറിച്ചുള്ള അഭിപ്രായമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നല്ലത് പറയിപ്പിക്കാൻ തൗഫീഖ് നൽകട്ടെ. അങ്ങനെ ആവണം മനുഷ്യര്. നടയറയുടെ റോഡിൽ മയ്യത്ത് കൊണ്ടുപോകുമ്പോ പുറകിൽ നിന്നിട്ട് പറയണം, ഇവൻ എത്ര നല്ലവനായിരുന്നു, അവൻ ഈ നാട്ടിൽ എത്ര സമാധാനത്തോടെ ജീവിച്ചവൻ, ബാങ്ക് വിളിച്ചപ്പോ പള്ളിയിലെത്തിയവൻ, നോമ്പ് പിടിച്ചവൻ, സദഖ ചെയ്തവൻ. അല്ലാഹുവേ, ഇവൻ മരിച്ചു പോയല്ലോ എന്ന് നമ്മുടെ സന്തൂക്ക് കെട്ടിലിന്റെ പുറകിലിരുന്നിട്ട് നമ്മുടെ അയൽപക്കക്കാരും നമ്മുടെ നാട്ടുകാരും നമ്മളെ കുറിച്ച് പറഞ്ഞാൽ അവനാണ് അവന്റെ അള്ളാന്റെ അടുക്കൽ തീരുമാനം അവനെ കുറിച്ച് അങ്ങനെയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതിനാണ് ഈ പറയുന്നത്. ആരുടെയും സർട്ടിഫിക്കറ്റ് വേണ്ട. അഹമ്മദ് കബീർ മരിച്ചിട്ട് മയ്യത്ത് കെട്ടിൽ കൊണ്ടുപോകുമ്പോ പുറകിൽ നിന്നിട്ട് പറയണം, ഇവൻ ഖുർആൻ പറഞ്ഞ ആളായിരുന്നു, ഇവന്റെ വാള് കേട്ടിട്ട് എന്റെ മക്കൾ ഹാഫിളീങ്ങളായി, ഇവന്റെ വാള് കേട്ടിട്ട് എത്രയോ ചെറുപ്പക്കാർ കള്ളുകൂടി നിർത്തി, എത്ര പേര് കഞ്ചാവ് വരി നിർത്തി. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, ഇന്ന് കള്ളല്ല വലുത്, ഒരു ക്യാപ്സൂൾ കിട്ടും കഞ്ചാവ്. കള്ള് മാറി ചെറുപ്പക്കാർ ഏറ്റവും വലിയ ആഭാസം. എന്താ അതിന്റെ പവർ 500, എന്താ അതിന്റെ പേര്? ഒരു ഗുളിക കിട്ടും. കള്ളു കുടിച്ചാൽ നാറ്റം വരും, ഭാര്യ അറിയും, ഇത് തിന്നാ പിന്നെ അറിയില്ല. ഇന്ന് മദ്യം മാറി. ഓരോ മാതാപിതാക്കളും മക്കളെ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഹൈസ്കൂളിലടക്കം കുട്ടികൾ ക്യാപ്സൂൾ, മയക്കുമരുന്നിന്റെ ക്യാപ്സൂൾ ഉപയോഗിക്കുന്ന ഒരു ചിത്രത്തിലാണ് നിലവിലുള്ളത്. ലോകം ബീഭത്സമാണ്. ഇനി ദുനിയാവ് വേണ്ടി ആഖിറത്തിന് വേണ്ടി ജീവിക്കുക. അള്ളാഹു നമ്മൾ മരിക്കുമ്പോ നമ്മുടെ പുറകിൽ നല്ലത് പറയുന്നവർ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ, അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. മഴ പെയ്യുന്നുണ്ട്, ഇടിവെട്ടുന്നുണ്ട്, ഇല്ലേ? നിർത്തണ്ടേ? അവൻ തെമ്മാടിയാണെങ്കിൽ മരിച്ചു കഴിയുമ്പോൾ ആളുകൾ പറയുന്നത്, പടച്ചവനെ ഇവൻ പോയല്ലോ അല്ലാഹു, ഈ നാട് നന്നായി. മിനാരത്തി വിളിച്ചു പറഞ്ഞു, ഇവൻ മരിച്ചു, ഓ അൽഹംദുലില്ലാ, ഇനി ഇവിടുത്തെ പെണ്ണുങ്ങളുടെ കല്യാണം നടക്കും. അവന്റെ ജോലി എന്താ? കല്യാണം നടക്കല. എന്തിനാ മനുഷ്യൻ? ഒരു പീഡികക്കടയുണ്ടാവും, ഇവിടെ അല്ലാത്ത വേറൊരു നാട്ടിൽ. ഇവിടെയല്ല, ഇവിടെ ഞാൻ പറയുന്ന ആളുകൾക്ക് ഇവിടത്തെ ഒരു കഥാപാത്രമായിട്ട് ബന്ധമില്ല. പീഡികക്കടയുണ്ടാവും. പാവപ്പെട്ടവന്റെ മോളെ കണ്ടുപിടിച്ച് കാല് തേഞ്ഞ് കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടാവും. പുതിയാപ്പിളയുടെ ആളുകളൊന്ന് നാട്ടിൽ അന്വേഷിക്കാൻ വരും. ആ കടയിൽ നാരങ്ങ വെള്ളം കുടിക്കാൻ കയറും. അപ്പൊ ചോദിക്കുന്നത്, ഇവിടെ ഒരു പയ്യനുണ്ടല്ലോ, എന്താ പേര്, ആ കുട്ടി എങ്ങനെയുണ്ട്? അപ്പൊ കടയിലെ കാക്ക ചോദിക്കും, എന്ത് ചോദിച്ചത്? അല്ല, നമ്മുടെ മോക്ക് അയാളുടെ ആ ചെറുപ്പക്കാരനൊന്ന് ആലോചിച്ചായിരുന്നു, എന്നിട്ട് കല്യാണ ഡേറ്റൊക്കെ തീരുമാനിച്ചു. എങ്ങനെയുണ്ടാ പയ്യൻ? അല്ലെ പെണ്ണെങ്ങനെയുണ്ട്? ഈ കാക്കാവൻ കൊള്ളൂല കള്ളൂടിയാന്ന് പറയില്ല. അയാളെന്ത് പറയും? ഡേറ്റൊക്കെ തീരുമാനിച്ചത് ഇത് പറഞ്ഞിട്ടെന്ത് കാര്യം? അയാൾ ഇവൻ കള്ളുകൂടിയനാണോ മോശത്തേന്ന് പറയും. ഇനിയിപ്പൊ നിങ്ങളെല്ലാം ഉറപ്പിച്ചത് ഇത് പറഞ്ഞിട്ടെന്ത് കാര്യം? അവനാകെ ചെയ്യണ ജോലി എന്താ? എനിക്കറിഞ്ഞോളൂ എന്താ ഇതിന്റെ ലാഭം. ഒരുത്തിനൊരു 4 പൈസ ഉണ്ടായ അതങ്ങനെയാണെങ്കിൽ അതിന്റെ പാപം അവൻ വേറട്ടെ, അവന്റേതാണെങ്കിൽ അവൻ വേറട്ടെ. ഈ ദുനിയാവിൽ ഒരുമാതിരി ഈഡിപ്പസ് കൊതുകുകളുണ്ട്.
ആ കൊതുകുകൾ അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു നല്ലവരാക്കി തരണം. നല്ലത് പറയും. എങ്ങോട്ട് പോവാ? വാതിന് പോവാ. എവിടെ? അഹമ്മദ് കബീർ വാക്കയുടെ വാതിൽ പോവല്ലേ? എന്റെ പൊന്ന് കൊടുങ്ങല്ലൂർ, ഞാൻ വടകരയിൽ വാതിന് പോവാ. ഞാൻ ഈ ദുനിയാവ് കുറെ കണ്ട് ഈ വാതിനിറങ്ങിയിട്ട് ഇപ്പൊ അതുകൊണ്ട് ഞാൻ ഒന്നും പറയാം. ഞാൻ വാത് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകും. എന്തിനാ? ആരെ നന്നാക്കാൻ? യഥാർത്ഥത്തിൽ ഈ ആഗ്രഹത്തോടെ വരുന്ന ഈ സമൂഹത്തെ പറഞ്ഞു കൊടുത്ത് നന്നാക്കാൻ വലിയ എളുപ്പമാണ്. ഞാൻ പഠിച്ച ഒരു പാഠമുണ്ട്. ഈ ചെറുപ്പക്കാർക്കും കൂടെ അള്ളാഹു നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. അവർക്ക് ദീനിലോട്ട് തിരിച്ചു വന്ന വലിയ ആഗ്രഹമുണ്ട്. പക്ഷെ ആ രീതിയിൽ അതിനെ ഉപയോഗിക്കാൻ നമ്മുടെ വേദികൾക്ക് കഴിയുന്നില്ല എന്നൊരു പരിമിതിയുണ്ട്. തീർച്ചയായിട്ടും എന്തേ വാത് കേൾക്കാൻ ആള് കൂടുതൽ? നിങ്ങൾ മലപ്പുറം ജില്ലയിലോട്ട് വരും, പെരിന്തൽമണ്ണയിൽ വരും. ആലുവയിൽ വാർഷിക പ്രഭാഷണം കണ്ടു. 2 ലക്ഷത്തിലധികം ആളുകൾ ചെറുപ്പക്കാർ പങ്കെടുത്തു. നിങ്ങൾ വരിയും പേപ്പർ വിട്ടിട്ട് മണലിലായിരിക്കുന്ന ആളുകൾ ചെറുപ്പക്കാർ. കാരണം അവരാഗ്രഹിച്ചതുപോലെ അവർക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ അതിന് പ്രദാനം ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല. നമുക്ക് മദ്രസ ഉണ്ടാക്കാൻ എളുപ്പമാണ്. പാവപ്പെട്ട ഉമ്മുമ്മ അരിക്കത്തൂരി കൊടുത്തും പാവപ്പെട്ട ഉപ്പാപ്പ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ കൊടുത്തും ആ നാട്ടിലെ കമ്മിറ്റിക്കാർ മദ്രസ ഉണ്ടാക്കും. പിന്നെ അത് പിടിക്കാനുള്ള യുദ്ധമാണ്. അവിടെ ഒരു സന്മാർഗത്തിന്റെ ചിന്തയില്ല. പിന്നെ പടപ്പുറപ്പാട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ചെറുപ്പക്കാരിൽ ഒരു ഭൂരിഭാഗം, എന്നെ നിങ്ങൾ കല്ലെറിഞ്ഞാൽ അമ്പെയ്താൽ എനിക്ക് പ്രശ്നമില്ല, ഈ ചെറുപ്പക്കാരിൽ ഭൂരിഭാഗം അള്ളാന്റെ ദീൻ കേൾക്കുന്നതിൽ മാറിപ്പോയത് ഈ ഒരു നാശം വന്നതുകൊണ്ട്. അള്ളാഹുകളെ കാത്തിരക്ഷിക്കട്ടെ. ഈ ഖുർആൻ കേൾക്കാൻ ഈ ചെറുപ്പക്കാർ മുമ്പിൽ വന്നിരിപ്പുണ്ട്. എന്റെ അനുഭവമാണിത്. ഒരു സദസ്സിൽ നിന്നൊക്കെ മുസാഫിറത്തിട്ട് ഇറങ്ങാൻ 2.5 മണിക്കൂറൊക്കെ പിടിച്ചിട്ടുണ്ട്. അതെ, ഞങ്ങൾ വാതിൽ കേട്ട് നന്നായി. എത്രയാ ഈ വർക്കരയിലുണ്ട് കള്ളുകുടി കളഞ്ഞ 4 പേര് ഇവിടെ ഞാൻ എഴുന്നേപ്പിച്ചിട്ടുണ്ട്. വാതിൽ കേട്ട് വടകരയിൽ ഞാൻ വാതിന് പോവാ. ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തി. എന്റെ ഇന്നോവയുടെ മുമ്പിൽ വേറെ ഇന്നോവ കൊണ്ട് വട്ടം കൊണ്ട് നിർത്തി. സംഭവം വടകരയിലാണ്, ചന്ദ്രശേഖരനെ കൊന്ന സ്ഥലത്താണ്. ഞാൻ പേടിച്ചുപോയി. ഡോറ് തുറന്ന് ഇത്രയും താടി വെളുത്ത് 4 അവന്മാരിറങ്ങി. ഞാൻ ഓർത്ത് എന്റെ പൊന്ന് പടച്ചോനെ, ഞാൻ ഫോണെടുത്ത് ഭാര്യയുടെ അവസാനത്തെ സ്ഥലം പറയട്ടെ. എന്നെ വന്നിട്ട് ഇവന്മാർ ഓടി വന്നിട്ട് കെട്ടി അങ്ങോട്ട് പിടിച്ചു. വാക്കവി എത്ര നാൾ കൊണ്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളെ പുറകെ ഞാൻ നിങ്ങൾ എവിടെ? കൊടുങ്ങല്ലൂരിന് ഉസ്താദെ. കൊടുങ്ങല്ലൂർ മുതൽ എന്റെ വണ്ടിയുടെ പുറകെ വരിക. കൊടുങ്ങല്ലൂർ മുതൽ വടകര വരെ ചെറുപ്പക്കാർ. ഞാൻ എന്താ ഉസ്താദെ? സൗദിയിലാ ജോലി, മീൻ കച്ചവടമാണ്. 4 പേർക്ക് അല്ലാഹു ആവശ്യത്തിന് പണം കൊടുത്തിട്ടുണ്ട്. ഉസ്താദെ, കിട്ടിയ പണം മുഴുവൻ കള്ള് കുടിച്ച് പെണ്ണ് പിടിച്ചു കൊടുത്തു. ഒരു ദിവസം കള്ള് കുടിച്ചിട്ട് യൂട്യൂബ് ഓൺ ചെയ്തു. പകല് കേൾക്കാനല്ല, പിന്നെ അതിനെ പോട്ട് നമ്മുടെ ശ്രീശാന്തിന്റെ കൂടെ പോയ കാര്യങ്ങളൊക്കെ കാണാം. എല്ലാ സ്ത്രീയും പോയി. ഇന്ന് ഏത് തുറന്നാലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുമാതിരി തുണിയില്ലാത്തതിനെ കാണാൻ ആള് കൂടുതൽ. അങ്ങനെ ഒരു സാധനമുണ്ട്, ഒരു രഞ്ജിനി. മാനവില്ല, അപമാനവും. അങ്ങനെ അതാണ് ഈ കേരളത്തിൽ ആദ്യമായിട്ട് ഈ സംസ്കാരം ഉണ്ടാക്കിയതാണ് രഞ്ജിനി ഹരിദാസ്, ഐഡിയ സ്റ്റാർസിന്റെ ആങ്കർ. അവളാണ് ആദ്യമായി ഈ ഒരു സംസ്കാരം ഇവിടെ ഉണ്ടാക്കിയതാണ്. അത് നമ്മുടെ താത്തമാര് കേട്ടിരിക്കുകയും ചെയ്തു. അറിയാതെ യൂട്യൂബ് ഓൺ ചെയ്തു. ക്ലിക്ക് ചെയ്തപ്പോ പോയത് ലോകാവസാനത്തിലേക്ക്. അപ്പോഴും 4 വീശിയിട്ടുണ്ട്. ഉസ്താദെ, അന്ന് നന്നായതാ, പിന്നീട് ജീവിതത്തിൽ ഇതേവരെ കള്ളു കൊടുത്തില്ല. ഈ 4 ചെറുപ്പക്കാർ അവരുടെ മഹലിലെ ഖത്തീബ് ഇവന്മാർക്കെതിരെ പ്രസംഗിച്ച് കള്ളുകൂടിയെ കുറിച്ച്. ഇവൻ വാശി തീർക്കാൻ പിറ്റേ ദിവസം പള്ളിയുടെ മുറ്റത്ത് വന്ന് കള്ളു കുടിച്ചവരാണ്. മഹലിലെ ഖത്തീബ് ഉംറയ്ക്ക് പോയി. അപ്പോഴാണ് ഇവന്മാർ ലോകാവസാനം കേട്ടിട്ട് നന്നാവണത്. ഞാൻ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുക. അയാൾ ഉംറ കഴിഞ്ഞ് ഖത്തീബ് വന്നപ്പോ ഈ 4 ചെറുപ്പക്കാര് സുബൈക്ക് ബാങ്ക് വിളിക്കുമ്പോ മിഹ്റാബിന്റെ ഫ്രണ്ടിൽ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, മക്കളെ നിങ്ങൾ നന്നായി. ഉമർ നന്നായപ്പോ മക്കാര് ആശ്ചര്യപ്പെട്ടത് മാതിരി ഇവര് പറഞ്ഞു, മോനെ നീ നന്നായ അള്ളാഹു നിങ്ങൾക്ക് സ്വർഗം തരട്ടെ എന്നൊക്കെ പറഞ്ഞ് മഹലിലെ ഖത്തീബ് നന്നായിട്ട് അവർക്ക് വേണ്ടി വായിച്ചു. അവർക്ക് അത്ഭുതം, ഇവരെങ്ങനെ എത്തി പള്ളിയുടെ മുറ്റത്തിരുന്ന് കല്ലുകുപ്പി പൊട്ടിച്ച. അവസാനം ചോദിച്ചു, മോനെ നിങ്ങൾ എങ്ങനെയാ നന്നായത്? നിങ്ങൾക്ക് സ്വർഗം അള്ളാഹു നൽകും. ഉമറിന് അള്ളാഹു സ്വർഗം കൊടുത്തില്ല, ഇനി എപ്പോഴും വരണം, അങ്ങനെയാണ് ഇങ്ങനെയാണ് കെട്ടിപ്പിടിച്ച് മുത്തമൊക്കെ കൊടുത്ത് ഖത്തീബ്. അവസാനിച്ച് നിങ്ങൾ എങ്ങനെയാ നന്നായത്? അത് ഉസ്താദെ ഒരു വാത് കേട്ട് യൂട്യൂബിൽ അങ്ങനെ നന്നായത്. ഏത് വാത്? ലോകാവസാനത്തിന്റെ വാത്. ആരുടെ വാത് കേട്ടിട്ട് നന്നായത്? അത് മറ്റേ അഹമ്മദ് കബീർ വാക്കവില്ലേ, അങ്ങനെ വാത് കേട്ട് അങ്ങനെ നന്നായതാ. പൊന്നു മക്കളെ, നിങ്ങൾ പിഴച്ച്.
ആ ചെറുപ്പക്കാർ എന്നോടും മുഖതാവിൽ പറഞ്ഞ മക്കളെ, നിങ്ങൾ എന്ത് കേട്ടാലും അത് കേൾക്കരുത്, അയാൾ വേറെ സാധനം. അപ്പൊ ഇവരുടെയൊക്കെ ചിന്ത എന്താ? ഇവൻ കള്ളു കുടിച്ചാലും വേണ്ടില്ല, ഇവൻ വ്യഭിചരിച്ചാലും വേണ്ടില്ല, ഇവൻ വ്യഭിചരിച്ചാലും വേണ്ടില്ല, അവനവന്റെ കൂടെ നിൽക്കുന്നവനെ മാത്രം മതി. ഇതാണ് ദുനിയാവിന്റെ അവസ്ഥ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഈ ചങ്ങലക്കെട്ടുകൾ വലിച്ചെറിയണം. എന്നിട്ട് അല്ലാഹുവിന്റെ ദീനിന്റെ വിശുദ്ധമായ ഖുർആന്റെ വെളിച്ചത്തിലൂടെ നടക്കാൻ, ആ വെളിച്ചത്തിന്റെ മുമ്പിൽ സാത്വികീങ്ങളായ സാലിഹീങ്ങളായ സലഫ് സാലിഹീങ്ങൾ, ആരിഫീങ്ങൾ, ഔലിയാക്കൾ അവര് കൊളുത്തിട്ടെന്ന വെളിച്ചം നിന്റെ ജീവിതത്തിൽ പകർത്തിയിട്ട് നാളെ നീ മരിച്ചു എന്നറിഞ്ഞാൽ ആ സമയത്ത് ആളുകൾ പറയരുത്, അല്ലാഹുവേ ഇവൻ പള്ളിയിൽ ഏറ്റവും വലിയ പ്രശ്നക്കാരനായിരുന്നു, ഇവൻ മദ്രസയുടെ പ്രശ്നക്കാരനായിരുന്നു എന്ന് പറയാറ്. അല്ലാഹുവേ ബാങ്ക് വിളിക്കുമ്പോൾ ഇവൻ പള്ളിയിലെത്തിയവനല്ലേ എന്ന് നിന്റെ നാട്ടുകാർ നിനക്ക് വേണ്ടി ദുആ ചെയ്യുന്നവനാകണമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മുടെ ഖബർ ജീവിതം നന്നാക്കി തരട്ടെ. ഖബർ ജീവിതം അല്ലാഹു നന്നാക്കി തരട്ടെ. ഖബർ ജീവിതം അല്ലാഹു നന്നാക്കി തരട്ടെ. സഹോദരങ്ങളെ, ഖബറിൽ അടക്കും. ഇനി എഴുന്നേക്കണ്ടേ? ഇനി എഴുന്നേക്കണ്ടേ? എഴുന്നേക്കണ്ടേ? അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് ഞാൻ നാളെ കഴിഞ്ഞ് ഞാൻ തുർക്കി പോവുകയാണ്. ഒരു വലിയ യാത്രയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇൻഷാ അള്ളാഹ് ഒരു ദിവസം നമുക്ക് ഡേറ്റ് തീർച്ചയായിട്ടും ഇവിടെ തരും. ആഡിറ്റോറിയത്തിൽ വെച്ച് ഇൻഷാ അള്ളാഹ് നമ്മൾ 2 ദിവസത്തെ വാൾ ഇൻഷാ അള്ളാഹ് നടയറയിൽ വെച്ച് നടത്തും. ഈ മഴ പെയ്തുകൊണ്ട് പറഞ്ഞ് തീർക്കാൻ പറ്റാത്തത് ഇൻഷാ അള്ളാഹ് പറയും. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവെ സ്വീകരിക്കണേ തമ്പുരാനെ. ഞങ്ങൾ ഈ പറഞ്ഞ വാക്കുകൾ നീ സ്വീകരിക്കണേ അള്ളാഹുവെ. പടച്ചവനെ, ഇതിനെ സഹായിച്ചവർ, സഹകരിച്ചവർ, ഈ മദ്രസ നിർമ്മാണത്തിന് വേണ്ടി പാടുപെട്ടവർ, ദുനിയാവിലും ആഖിറത്തിലും അവർക്ക് ഖൈർ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ അള്ളാഹുവെ. സാലിഹ്യങ്ങളാക്കണേ തമ്പുരാനെ. ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കണേ അള്ളാഹുവെ. പടച്ചവനെ അള്ളാഹുവെ, ഈ ഖുർആൻ ഓതിയപ്പോ മഴ കാത്തിരുന്ന സമൂഹത്തിന് നീ മഴ കൊടുത്തതുപോലെ അള്ളാഹുവെ, നിനക്ക് ഇഷ്ടപ്പെട്ട സദസ്സാണ് തമ്പുരാന്. അനുഗ്രഹമായി ഈ മഴ നീ നൽകി അനുഗ്രഹിച്ചു അള്ളാഹുവെ. ഇതേപോലെ നിന്റെ അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണേ തമ്പുരാന്. ഇതിനു വേണ്ടി പാടുപെട്ട ഇതിന്റെ കമ്മിറ്റി ഭാരവാഹികൾ, ഇതിന്റെ പ്രവർത്തകർ എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാന്. നാളെ നിന്റെ സ്വർഗത്തിൽ ഇതേപോലെ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹുവേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമ്മൾ എന്റെ ഒരു തിരക്ക് കഴിഞ്ഞിട്ട് 2 ദിവസം ഇൻഷാ അല്ലാഹ് നടയറയിൽ നമ്മൾ ഈ പറഞ്ഞു നിർത്തിയതിന്റെ ബാക്കി ഇൻഷാ അല്ലാഹ് പറയും. അല്ലാഹു സ്വീകരിക്കട്ടെ. എല്ലാവരോടും ദുആ വസിയത്തോടെ